ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കൺവേർഷനാണ് ചെയ്തത് അല്ലേ? ഏതൊക്കെ കൺവേർഷൻ ചെയ്തു എന്ന് ഓർമ്മയുണ്ടോ? മെയിനായിട്ട് ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, അതിലെ കൺവേർഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യുന്ന അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മുഴുവൻ കൺവേർഷൻ ആണ് ക്ലിയർ ചെയ്ത് ചെയ്യാൻ പോണേ. ഏതാ ചെയ്യാൻ പോണേ? അമീൻസ്. ഓക്കെ, അപ്പോൾ അമീൻസിന്റെ പറയുമ്പോൾ എത്രാമത്തെ ചാപ്റ്റർ അത്? 4ാമത്തെ ചാപ്റ്റർ. എല്ലാ കൺവേർഷന്റെയും എൻഡിങ് എവിടേക്കാണ്? അമീൻസ് ആണ്. അതുകൊണ്ട് തന്നെ അമീൻസിൽ നിന്ന് വരുന്ന കൺവേർഷൻ എല്ലാ ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, റിലേറ്റഡ് ആയിരിക്കും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പുതിയതാണ്, അതുകൊണ്ട് അത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബാക്കി ആൾക്കാരെ എനിക്കറിയാം, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്. നമ്മൾ ആ ചാപ്റ്ററിന്റെ കൺവേർഷൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററിന്റെയും അതാണ് ടഫസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ മാപ്പ് നിങ്ങളെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിച്ച് എഴുതിപ്പിച്ചിട്ടാണ് അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതിലാണ് 1 കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ആക്ച്വലി നമ്മൾ നേരത്തെ ഇതിലൊക്കെ കാണിച്ചില്ലേ. ഓക്കെ, അതൊന്ന് ഞാൻ വരയ്ക്കാം, എന്നിട്ട് അതിന്റെ പർപ്പസ് പറയാം. അത് വെച്ചിട്ട് ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ ROH എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കഹോൾ. നിങ്ങൾ എഴുതുമ്പോൾ ഒരു ഫുൾ പേജിൽ എഴുതാവൂ കേട്ടോ. ഓർത്ത് നോക്കൂ, ഫുൾ പേജിലേക്ക് പരമാവധി വലുതായിട്ടാണ് എഴുതാവൂ കേട്ടോ. ഓർത്ത് നോക്കൂ, ഒരു ഫുൾ പേജ് കേട്ടോ, പുതിയ പേജ് എടുക്കും, പുതിയ പേജ്. ആ പേജിൽ വേറെ ഒന്നും എഴുതരുത് കേട്ടോ. ഓക്കെ, ഞാൻ മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് വരച്ചാൽ മതി, റിലേറ്റീവ് പൊസിഷൻ കിട്ടും. ROHലേക്ക് SOCl2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, SOCl2 തയണിയൽ ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന RX ആണ്. RX എന്ന് പറഞ്ഞാൽ എന്താ? RCl ആണ് അല്ലെ. ഇവിടെ Cl വരും. X എന്ന് പറഞ്ഞാൽ എന്താ? ഹാലജൻ ആണ് അല്ലെ. RCl ജനറൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്, RCl. നെക്സ്റ്റ് ഇവിടെ R എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണിലേക്ക് Cl2 ആൻഡ് UV ലൈറ്റ് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. ഇത് വരുന്നത് ഹാലോആൽക്കേൻ ആണ്, ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ Cl2 ആൻഡ് UV ലൈറ്റ്, Cl2 പകരം X2 എന്ന് കൊടുക്കാം എനിക്ക്, ആൻഡ് UV ലൈറ്റ് അങ്ങനെ കൊടുത്താൽ ഇവിടെ എന്ത് വരും? RCl. X വരും എന്താ? Cl അല്ലെ. ഓക്കെ, RClലേക്ക് KCN കൊടുത്തു കഴിഞ്ഞാൽ, KCN പൊട്ടാസ്യം സയനൈഡ് കൊടുത്താൽ RCN ആകും, RCN. അപ്പൊ X പോയിട്ട് CN വന്നു. ഇവിടെ വെച്ച് ഒരു കാർബൺ കൂടി. അപ്പൊ ഒരു കാർബൺ കൂടുന്ന ടൈപ്പ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യണം, RCN ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് അതെ H2O ആൻഡ് H+ അസിഡിക് ഹൈഡ്രോളിസിസ്. ഇത് എന്താവും? RCOH ആവും. ഇത് ഏത് ചാപ്റ്ററിൽ? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ 3rd ഹെഡിങ് ഫസ്റ്റ് ഹെഡിങ് ഫ്രം ആൽക്കഹോൾ, സെക്കൻഡ് ഹെഡിങ് ഫ്രം ആൽക്കൈൽ ബെൻസീൻ, തേർഡ്. അപ്പൊ അവിടെയാ ഉണ്ടോ? ഇത് ഹാലജൻ, ഹാലോ ആൽക്കെയിൻ, ഇതതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ഇത് വേറെ ചാപ്റ്റർ ഉണ്ടോ. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൺവേർഷനിൽ നിങ്ങൾക്ക് ടഫ് ആവുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. 4 ചാപ്റ്റർ ഒരേ ഫ്രെയിമിൽ അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഓർഗാനിക് ടഫ് ആവുന്നത്. അപ്പോ ആ ടൈപ്പുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക്, അത് മുഴുവൻ പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ റിയാക്ഷൻ പഠിക്കുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ റിഡക്ഷൻ ചെയ്യാണ്, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് റിഡക്ഷൻ. സെയിം എന്ത് വരും? RCH2OH, RCH2OH ഉണ്ടോ? ഇവിടെ റിഡക്ഷൻ H2. സയനൈഡിനെ റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? സയനൈഡിനെ റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് റിഡക്ഷൻ ആണ് H2. ചെയ്താൽ എന്ത് കിട്ടും? പ്രൈമറി അമീൻ RCH2NH2 കണ്ടോ. അപ്പൊ ഈ R അവിടെ നിൽക്കുന്നുണ്ട്, ഈ കാർബൺ ആണ്, അതിലേക്കാണ് CH2 വരുന്നത് കണ്ടോ. CH2NH2 റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലേ കണ്ടോ. ഈ കാർബണിന്റെ അടുത്തേക്ക് 2 ഹൈഡ്രജൻ, Nന്റെ അടുത്തേക്ക് 2 ഹൈഡ്രജൻ, അതാണ് റിഡക്ഷൻ കണ്ടോ. RCH2NH2 ഇവിടെയും കാർബൺ കൂടി അല്ലേ കണ്ടോ, ഇതിനേക്കാൾ ഒരു കാർബൺ കൂടിയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു ഏരിയ വരുന്ന സമയത്ത് ഓൺലൈനിലാകെ വന്നു അല്ലേ. ഇവിടെ നിന്ന് നമ്മൾ HNO2 ആൻഡ് H2O, സോറി, HNO2 ആൻഡ് H2O ആൻഡ് H+ എന്നുള്ളത് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ഇത് RCH2OH. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത് ROH ആണ് ഉണ്ടോ, ഇത് ROH ആണ്, ഇത് ROH ആണ്. ഇങ്ങനെ നിർത്തുന്നതിന്റെ ഒരു കാര്യമുണ്ട് ആക്ച്വലി വരുന്ന സമയത്ത്. ഇത് 1 വേ ആണ് കണ്ടോ, എല്ലാ ഡയറക്ഷൻ 1 വേ അല്ലേ. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന റോഡാണെന്ന് കരുതാം. റോഡ് തിരിച്ച് ഇവിടെ തന്നെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് താഴേക്ക് വരും. താഴേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നിങ്ങൾ സ്നേക്ക് ലാഡർ കളിക്കില്ലേ, അത് ഗെയിം എവിടെ എത്തും? പിന്നെ വീണ്ടും ഇങ്ങനെ കയറി ഇവിടെ എത്താം ഉണ്ടോ. അപ്പോ തിരിച്ച് ഇതിന്റെ ക്വസ്റ്റൻ എന്താ? എത്തനോൾ കൺവേർട്ട് ടു പ്രൊപ്പനോയിക് ആസിഡ്, ഇങ്ങനെ കറങ്ങി വരേണ്ടി വരും. ഒരു കാർബൺ കൂടണമെങ്കിൽ ഇങ്ങനെ കറങ്ങി വരണം. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ഈ ചാപ്റ്റർ. ഓർത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മാപ്പ് നിങ്ങൾ ഒരു ഫുൾ പേജിലേക്ക്, വരക്കാത്ത ആൾക്കാർ ഫുൾ പേജിലേക്ക് വരക്കണം.
കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ മാപ്പിനെ നോക്കിയിട്ട് വേണം അമീൻസിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ്. അമീൻസിനെ എല്ലാം ചെയ്യാന്നല്ല പറയുന്നത്, ഇത് എല്ലാ ചാപ്റ്ററിലും ഉണ്ട് ഈ ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. ആ ചാപ്റ്ററിന് ഏത് ചാപ്റ്ററിൽ എടുത്താലും ഈ ടൈപ്പ് ഉണ്ട്. ടൈപ്പ് എന്താ? ഒരു കാർബൺ കൂടുന്നു. എവിടെ വെച്ചാ കൂടിയത് എന്ന് പറഞ്ഞേ? ഇവിടെ വച്ച് മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. 1 കാർബൺ കേട്ടോ. ഓക്കെ, 1 കാർബൺ ഇൻക്രീസസ്. 1 കാർബൺ ഇൻക്രീസസ്. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര്, ബാക്കി ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങള് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര്, ബാക്കി ആൾക്കാരെ ശ്രദ്ധിക്കുക. ഞാൻ ഈ ചാർട്ടുകളുടെ എല്ലാ ചാർട്ടും ഓർഡറിലാക്കിയിട്ട് ഫോട്ടോ എടുത്തിടും. അപ്പൊ ആ ഫോട്ടോ നോക്കി നിൽക്കാതെ വീട്ടിൽ പോയിട്ട് വലുതായിട്ട് ഒന്നല്ലെങ്കിൽ ഇത്രയുള്ള ചാർട്ട് പേപ്പർ എങ്കിലും യൂസ് ചെയ്യണം. ഇന്ന് ഞാൻ ഫോട്ടോ ഇടും കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. നമ്മള് വലിയ ചാർട്ട് പേപ്പറുകളിൽ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി പറയാം. അൾട്രാ ക്ലാരിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാ ഇതുപോലത്തെ ചാർട്ട് പേപ്പർ. നിങ്ങളെ പോലെ ഒരു കുട്ടികളെ ചെയ്യിപ്പിച്ചാണ് ഇവിടെ ഓർത്ത് നോക്കാം. അയ്യോ സോറി, ഇതുപോലെയാണ് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം, ഇതുപോലെ ആ ചാർട്ടുകളിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഒന്നല്ലെങ്കിൽ A4 അല്ലെങ്കിൽ ഇതുപോലത്തെ A3 ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അതിൽ വരച്ച് നമ്മൾ സെറ്റ് ആക്കണം. ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് എന്തിനാ? എക്സാമിന് ഇത്ര ദിവസം ഉണ്ട് അല്ലെ, ഒരു 5 ഡേ ഉള്ളൂ എന്ന് കരുതാം. ബാക്കി ഡേ ഒക്കെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. 5 ദിവസം കൊണ്ട് പഠിക്കാനുള്ള പ്ലാൻ ആയിട്ടുണ്ട് എപ്പോഴും. ബാക്കി 2 ഡേയ്സ് ഒന്നും നമ്മൾ പഠിച്ചു തന്നെ ഒന്ന് റിവൈസ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒരു ദിവസമാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ഡേ ഒക്കെ എത്തുന്ന സമയത്ത് തന്നെ മെയിൻ ഏരിയാസ് ഭയങ്കര ക്ലിയർ ആയിട്ട് ഇരിക്കണം. എന്താണ് ബേസിക്സ് ഏരിയാസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓർഗാനിക്കിൽ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, ഓർഗാനിക് എങ്ങനെ പഠിക്കണം ഞാൻ പറഞ്ഞു. ടൈപ്പ് ഓഫ് ഓർഗാനിക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അതിന്റെ പാട്ടാണ് കേട്ടോ, മറക്കരുത്. ഹണി ലിക്വിഡ് ആണ് എങ്കിൽ എമൽഷൻ ആണ്. എമൽഷൻ എന്ന് പറഞ്ഞ ഒരു കൊളോയിഡ് ആണ്. കൊളോയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് മിക്സറിനെയാണ് പറയുന്നത്. പക്ഷെ പ്യൂറാണ് ഈ സാധാരണ വാട്ടറിൽ എന്താവണമെന്നില്ല അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് സോലുബിൾ ആവണമെന്ന് നിർബന്ധമില്ല. എന്ത് എന്ന് ചോദിക്കാൻ കാരണം പർപ്പസ് നല്ലതാ ആക്ച്വലി. അതല്ല, ഈ ഹണിയും വാട്ടറും കൂടി മിക്സ് ചെയ്ത് കുടിക്കുന്നത് നമ്മൾ പറയുന്ന മെറ്റബോളിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത് കേട്ടോ. മെറ്റബോളിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ അതിൽ വരുന്ന ഷുഗറിന്റെ മോളിക്യൂൾ കുറച്ചും കൂടി റിഫൈൻഡ് ആണ് ആക്ച്വലി എന്ന സമയത്ത്. അതുകൊണ്ടാണ് കേട്ടോ. എന്തുപറ്റി ചോദിച്ചു? പ്രാക്ടിക്കല് ആണോ? ബോർഡ് നാളെയാണോ? എങ്ങനെയുണ്ടായി? ആണോ? എല്ലാം കിട്ടിയോ? സോൾട്ട് എന്താ കിട്ടിയേ? സ്ട്രോൺഷ്യൻ നൈട്രേറ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ മറ്റേ ആ പേപ്പർ ഉണ്ടോ? ചെറിയൊരു പേപ്പർ ഉണ്ടോ? ഒന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടും. ബാക്കി ആൾക്കാർക്കൊന്ന് ഹെൽപ്ഫുൾ ആവാൻ. ഇയാൾക്ക് നാളെ രാജഗിരിക്ക് ഉണ്ട്. അപ്പോൾ ഒന്ന് ഫോട്ടോ ഇടാണെങ്കിൽ അവർക്ക് കാണാമല്ലോ. ഞാൻ അത് പറഞ്ഞു, പുതിയത് വരാണ്. പിന്നെ മറ്റേ എന്ത് വൈവ് എന്താ ചോദിച്ചേ? പ്രൊജക്ട് നോട്ട്. ടൈട്രേഷൻ. ഓക്കെ. കണ്ടോ, അങ്ങനെ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ നോർമലി എല്ലാ ടീച്ചേഴ്സും ഇപ്പൊ ഇയാളുടെ പറഞ്ഞ പോലെയാണ് എല്ലാവരും ചോദിക്കുള്ളൂ. കാരണം അയാൾക്ക് കിട്ടിയേക്കുന്ന കട്ടിയുടെ എന്താ, പിന്നെ അയാൾക്ക് ടൈട്രേഷൻ പഠിച്ചിട്ടുണ്ടോ, വെറുതെ എഴുതുന്നതാണോ, അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ചിലവർ മാത്രമാണ് പറഞ്ഞാൽ ആ കൊച്ചു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചോദിക്കുന്നതാണെങ്കിൽ അവനൊന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ടീച്ചർമാർ എന്തെങ്കിലും ഒരു വെറൈറ്റി ക്വസ്റ്റനൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ റെസ്പെക്റ്റോടുകൂടി നമ്മൾ അതിന് അറിയില്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഒരു ആൻസർ ഒക്കെ പറയാം. ഇത് കിട്ടിയില്ല എന്ന് പറയാം, അത്രേ ഉള്ളൂ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അതിവിടെ ഐശ്വര്യയുടെ എക്സാം, പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എല്ലാം എളുപ്പമായിരുന്നു, വൈവയൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ഒക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, നല്ല കാര്യം. എല്ലാ പ്രാക്ടിക്കൽ എന്ന് കഴിയും ഐശ്വര്യക്ക്?
അത്രയും വരെ ഉണ്ട്. ഫിസിക്സ് ആണോ വൈകണം? അപ്പം അപ്പൊ മൺഡേ കഴിയുമല്ലോ. ഇത് ഒറിജിനൽ പ്രാക്ടിക്കൽ ബോർഡല്ലേ കഴിഞ്ഞ? പിന്നെ വരച്ചോ നിങ്ങളുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ അമീൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഓരോ ക്വസ്റ്റൻ ആയിട്ട് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് നോക്കിയിട്ട് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, എന്താ വേണം? അപ്പോ ചാപ്റ്ററിന്റെ പേര് എഴുതി വെച്ച എല്ലാവരും അമീൻ, AMINE, അമീൻ. ക്വസ്റ്റ്യൻ നമ്പർ 9.5. ക്വസ്റ്റ്യൻ നമ്പർ 9.5. 9.5 തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓർത്ത് നോക്കുക. 9.5 തേർഡ് ക്വസ്റ്റ്യൻ. മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. അതിൽ വേറെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഈ ചാർട്ട് വെച്ച് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ആദ്യം നോക്കുന്നത്. മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ പോയിട്ട് ക്വസ്റ്റ്യൻ ചാപ്റ്റർ ഒക്കെ കാണണം. 9.5 മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. ഇതിന്റെ ഒബ്സർവേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിൽ 1 കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? മെത്തനോൾ, മെത്ത എന്ന് പറഞ്ഞാൽ 1 കാർബൺ ആണ് മെത്തനോൾ. അപ്പൊ ഇങ്ങനെ എഴുതണം, മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. എത്ത എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അല്ലെ? 2 കാർബൺ വരുന്നതാണ്. CH3 CH2OH. എത്തനോയിക് എന്നാണോ കൊടുത്തേക്കുന്നത്? ഓക്കെ, എത്തനോയിക്. എത്തനോയിക് എന്ന് പറയുമ്പോൾ COOH ആണ്. അപ്പൊ മെത്തനോൾ ടു എത്തനോയിക് ആസിഡ് എങ്ങനെ ചെയ്യും? ഇതാ നോക്കുക, ഇതല്ലേ മെത്തനോള്. ഇവിടുന്ന് ഇവിടെ വന്നം, ഇവിടം വരെ വന്നം. ഉണ്ടോ? ഓർത്ത് നോക്ക്. ഇവിടുന്ന് എങ്ങനെ വന്നം? ഇങ്ങനെ വന്നം അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ഇടണം പറഞ്ഞോ? SOCl2. ഉണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ എന്താ ഒബ്സർവ് ചെയ്യണ്ടേ? നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഈ OH പോയിട്ട് അവിടെ എന്താവും? Cl ആകും. ഉണ്ടോ? അങ്ങനെ ഒബ്സർവ് ചെയ്യണ്ടേ ആ ചാർട്ടിൽ നിന്ന്? CH3Cl. കേട്ടോ, ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ ഈ OH വരുന്ന ചേഞ്ച് ആണ് കൊണ്ടുവരേണ്ടത്, Cl. ഇനി അതിലേക്ക് എന്താ ഇടുന്നത്? KCN. അപ്പൊ എന്ത് വരും? Cl പോയിട്ട് Cn. അപ്പൊ CH3Cn. ദെൻ അവിടെ നിന്ന് നെക്സ്റ്റ് എന്തായിരുന്നു? H2 and H+. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രെയിമില് ഇതെല്ലാം മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. വേഗം എടുത്ത് ചോദിച്ചോ. കാർബോക്സിലിക് ആസിഡ് ആകും, പക്ഷെ 1 കാർബൺ കൂടില്ല. ആൽക്കഹോളിന് നമുക്ക് എത്തനോയിക് ആസിഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? സ്ട്രോങ് ഓക്സിഡേഷൻ, KMnO4 അല്ലെ? KMnO4 or K2Cr2. പക്ഷെ 1 കാർബൺ കൂടണമെങ്കിൽ ഇതുപോലെ വേണം. ഓർത്ത് നോക്കുക. ആൽക്കഹോളിന് കാർബോക്സിലിക് ആസിഡ് ആക്കാൻ എന്താ? ഓക്സിഡേഷനാ. പക്ഷെ ഇവിടെ എന്ത് ഉണ്ട്? 1 കാർബൺ കൂടണുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരണേ കേട്ടോ. അപ്പൊ 1 കാർബൺ കൂടുന്നതിന് മാത്രം നമ്മൾ ഈ ചാർട്ട് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. 1 കാർബൺ ഇൻക്രീസിങ് ചാർട്ട് എന്നാ പറയുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റൻ ആണ് ടഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് കൺവേർഷനിൽ പറയുന്നത്. കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റൻ ആണ് 9.5 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എത്തനോയിക് ആസിഡ് ഇൻറ്റു പ്രൊപ്പനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് ഇൻറ്റു പ്രൊപ്പനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് ഇൻറ്റു പ്രൊപ്പനോയിക് ആസിഡ്. കൂടുന്ന ടൈപ്പാണ് ആദ്യം നോക്കുന്നത്. എത്തനോയിക് ആസിഡ് ഇൻറ്റു പ്രൊപ്പനോയിക് ആസിഡ്. 9.5 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എത്തനോയിക് ആസിഡ് ഇൻറ്റു പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ എങ്ങനെ ചെയ്യും നമ്മൾ? എത്തനോയിക് ആസിഡ് CH3COOH ടു പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പ എന്ന് പറയുമ്പോൾ അല്ലെ 1 2 3 പ്രൊപ്പനോയിക് ആസിഡ്. അപ്പൊ 1 കാർബൺ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഉണ്ടോ? അപ്പൊ രണ്ടും ഒരേ കോമ്പൗണ്ട് തന്നെയാണ്, പക്ഷെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഇതാണ് ചോദ്യം വന്നേക്കുന്നത്. അപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾ ഇത് 1 വേ ആണെന്ന് പറഞ്ഞു അല്ലെ? 1 വേ ആയ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ താഴേക്കെല്ലാം മുകളിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതിലേക്ക് എന്ത് ഇടും? റിഡക്ഷൻ അല്ലെ? ഓക്കെ, അങ്ങനെ റിഡക്ഷൻ ചെയ്താൽ എന്ത് വരും? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ഉണ്ടോ? ഓർത്ത് നോക്കാം. ആൻഡ് H2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ COH എന്ത് പറ്റും? CH3. ഞാൻ എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോ. ഈ COH CH2OH ആവും. അതാണ് അവിടെ കാണുന്നത്. കണ്ടോ? നിങ്ങൾ ഇവിടെയുള്ള ഈ ആറിനെ ഒന്നും നോക്കണ്ട. COH എന്താവും? CH2OH ആവും. അങ്ങനെ പഠിക്കാവൂ കേട്ടോ. ഓക്കെ, ആ എൻഡിൽ മാത്രമേ പഠിക്കാവൂ. ഇനി നെക്സ്റ്റ് ഈ OH മാറി അല്ലെ? നമുക്ക് വീണ്ടും ഇവിടെ OH ഉണ്ട് അല്ലെ? ഇവിടെ നിന്ന് കറങ്ങി COH എത്തണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് എന്തിടും? SOCl2. അപ്പോഴൊന്നും കാർബൺ കൂടണില്ല. നോക്കിയേ, CH3 CH2 Cl. കണ്ടോ? ഓർത്ത് നോക്കുക. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2. അത് തന്നെയാണ് ഇവിടെ.
ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും KCN ആണ് ഓർത്ത് നോക്കുക. അപ്പൊ ഒരേ വഴി കൂടി കുറെ പ്രാവശ്യം വരുമ്പോ നമ്മൾ പഠിക്കും എന്നൊരു ലോജിക് മെത്തേഡാണ്. ഇതിനെയാണ് പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അല്ലാതെ എനിക്ക് ഈ ഇക്വേഷൻ തന്നെ പലതും എഴുതി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഒരു മാപ്പ് പോലെ ഇതിങ്ങനെ പതുക്കനെ കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ എന്തുപറ്റും, ഈ മാപ്പ് പഠിക്കും. അങ്ങനെ പഠിക്കാവും കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ വഴിയൊന്നും വരച്ചു പഠിക്കുക, എഴുതി പഠിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടോ? റോഡൊക്കെ കാണുമ്പോൾ തന്നെ വരച്ചു പഠിക്കും, ഇത് ഇനി കണ്ടാൽ മനസ്സിലാവണം റോഡ്, അങ്ങനെയാണോ? അല്ലേ? അല്ലാതെ ഇപ്പൊ തന്നെ വരുമ്പോ തന്നെ ആറ്റം ട്യൂഷൻ സെന്റർ, KR ബേക്കറി ഉണ്ട്, അപ്പുറത്ത് ബേക്കറി ഉണ്ട്, ഇപ്പുറത്ത് ചായക്കട ഉണ്ട്, അതിന്റെ പേര് കേട്ടോ ഓർത്ത് നോക്കുക, കല്ലിന്റെ നമ്പർ അല്ലെ പുറത്ത് നോക്കുക, പോസ്റ്റ് അങ്ങനെയൊക്കെ എഴുതിയാണോ പഠിക്കുന്നത്? അല്ല, നമുക്കൊരു വ്യൂ ഉണ്ട്. അതുപോലെ ഒരു വ്യൂ കൂടി ഇങ്ങനെ കുറെ പ്രാവശ്യം വരുമ്പോ ആ മാപ്പ് പഠിക്കും. അല്ലാതെ ഇത് പഠിക്കാൻ പറ്റില്ല കേട്ടോ ഓർത്ത് നോക്കുക, അല്ലാതെ പഠിക്കാൻ പറ്റില്ല. അല്ലെ? ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ്, ആക്ച്വലി നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് പോകണം, ആ സ്ഥലത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു 5-6 പേജ് എഴുതി തന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ആ വഴികളും ആ അതിലും അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതി തന്നിട്ട് കാര്യമില്ല, വായിച്ചു നോക്കേണ്ടി വരും. അതേ സമയത്ത് അതിന് ഒരു മാപ്പ് പോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷയാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് KCNലേക്ക് എന്തിടണം? H2 and H+. H2 and H+. The next 9.5 methanamine, 6th question. 9.5 6th question. Methanamine into ethanamine. Methanamine into ethanamine. Methanamine into ethanamine. Methanamine into ethanamine. Meth എന്ന് പറഞ്ഞാൽ എത്ര കാർബണാ? മെത്തനമീൻ. ഇത് കണ്ടോ, CH3NH2. എത്ത് എന്ന് പറഞ്ഞാൽ എത്ര കാർബണാ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒബ്സർവ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. NH2 ഉണ്ടോ? എവിടെയുണ്ട്? ഇത് കണ്ടോ, NH2 ഇവിടെയുണ്ട്. അല്ലെ, CH2 നോക്കണ്ട, ഈ NH2 ഉണ്ട്. നമുക്കറിയാം ഇത് ഇവിടെ നിന്ന് പോയിട്ട് എവിടെ തന്നെ എത്തണം? ഇങ്ങനെ കറങ്ങി ഇവിടെ തന്നെ എത്തണം അല്ലേ? ഓക്കെ, അപ്പോ ആദ്യം എന്ത് ചെയ്യണം അതിനാ? അല്ലെ, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ അല്ലേ? H2O അല്ലെ, ആൻഡ് എന്തായിരുന്നു? HNO2, നൈട്രസ് ആസിഡ്. അപ്പൊ എന്ത് മാറും? NH2 മാറിയിട്ട് എന്താവും? CH2 ഇല്ല കേട്ടോ, ഈ NH2 മാത്രം ചേഞ്ച് ചെയ്യുള്ളൂ. കണ്ടോ, ഓർത്തോ, അത് പറഞ്ഞാൽ കൂടി വന്നതാ. ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? NH2 മാറിയിട്ട് OH ആകും, അത് മാത്രം ശ്രദ്ധിക്കാവൂ കേട്ടോ. ഓക്കെ, അങ്ങനെ ഓർത്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കുക, ഈ NH2 അല്ലെങ്കിൽ ആ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പിന് എന്ത് വ്യത്യാസം വരും, അത് മാത്രം നിങ്ങൾ നോക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യും? OH മാറിയിട്ട് SOCl2. കണ്ടോ, ഓർത്ത് നോക്കുക, അത് എത്തുമ്പോൾ തന്നെ നമുക്ക് വരും CH2Cl. ഇനി അതിൽ KCN ആഡ് ചെയ്താൽ CH3CN ഡാഷ് ചെയ്ത ഇത് വരും. എന്തായിരിക്കും? ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്. അപ്പോ ഒരേ വഴി കൂടി 1 കാർബൺ ഇൻക്രീസ് ചെയ്യുന്നതിന് വേറെ വഴിയുണ്ട്. ആ വഴി കൂടിയൊക്കെ പഠിച്ച് വെച്ച് ചെയ്യുമ്പോൾ ഇത് സ്കാറ്റർ ആവും. ഞാൻ അതിന് പകരം ഒരു വഴിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓർത്ത് നോക്കുക, ഇതല്ലാതെ കുറെ വേറെ വഴിയൊക്കെ കൂടിയൊക്കെ വരാം. ഓർത്ത് നോക്കുക, പല വഴി കൂടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ പിന്നീട് കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. KCN വെച്ച് കൂടുന്ന ടൈപ്പാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ വേ. അതുകൊണ്ടാണ് ഈ വഴി തന്നെ ഒന്ന് പഠിപ്പിച്ച് വരുന്നത്. അപ്പോൾ 1 കാർബൺ കൂടുന്ന സമയത്ത് പരമാവധി ഇതിലേക്ക് കൊണ്ടുവരാം. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ പറഞ്ഞ 2 കാര്യം കൂടാണ്. കാർബൺ ഇൻക്രീസ് ചെയ്യാനായിട്ട് വേറെ ഇതുണ്ട്, റൂട്ട്സ് ഉണ്ട്. റൂട്ട്സ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതിയ ആൾക്കാർക്ക് അറിയാം. ഇവിടെ നിന്ന് ഞാനൊരു കണക്ഷൻ കൊടുക്കും. റൂട്ട്സ്, WURTZ, റൂട്ട്സ്, 2NA ആൻഡ് ഡ്രൈദർ കേട്ടോ. ഡ്രൈദർ ഇതൊന്നും എഴുതി വെച്ചേക്കും കേട്ടോ. ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ എത്തനോയിക് ആസിഡ് കൺവേർട്ട് ടു പെന്റനോയിക് ആസിഡ്, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? എത്തനോയിക് ആസിഡ് കൺവേർട്ട് ടു പെന്റനോയിക് ആസിഡ്. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കയറി ഇവിടെ എത്തും. ഇത് ക്ലോറോഇഥേനാ. ക്ലോറോഇഥേന് റൂട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ആകും. റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറോഇഥേൻ, അത് ഡബിൾ ആയിട്ട് ബ്യൂട്ടൈൻ ആകും. ബ്യൂട്ടൈനെ ക്ലോറിനേഷൻ ചെയ്താൽ എന്താവും? ക്ലോറോബ്യൂട്ടൈൻ. ക്ലോറോബ്യൂട്ടൈനിലേക്ക് KCN കൊടുത്താൽ പെന്റൻ നൈട്രേറ്റ്. പെന്റൻ നൈട്രേറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് എന്ത് വരും? പെന്റനോയിക് ആസിഡ്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും നമുക്ക് കുറെ ടിപ്പുകൾ ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇന്നേ വരെ അധികം ഒന്നും വന്നിട്ടൊന്നുമില്ല ഫസ്റ്റ് ഇയറിൽ കേട്ടോ. പക്ഷെ അങ്ങനെ വന്നാൽ പോലും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ വെറും എന്താ പറയുക, ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിൽ ഉള്ള ഏറ്റവും ജെനുവിൻ ടൈപ്പാണ് ആക്ച്വലി വരുന്നത്. മിനിമം ടഫ് ലെവലാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, മിനിമം ടഫ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനായിട്ട് ഈ ഒരു ചാർട്ട് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ. ഓക്കെ,
ഇനി ഈ ടൈപ്പ് ഈ ചാർട്ടിൽ വരുന്ന ഒരു ടൈപ്പും കൂടിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. 9.8 ഒന്ന് എഴുതി വെക്കുക. 9.8 ഫിഫ്ത് ക്വസ്റ്റ്യൻ. 9.8 ഫിഫ്ത് ക്വസ്റ്റ്യൻ. ബെൻസൈൽ ക്ലോറൈഡ് ടു 2-phenyl ethanamine. Benzyl chloride to 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 2-phenyl ethanamine. ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ഉണ്ട്, അതിന്റെ CH2Cl, ഇതാണ് ബെൻസൈൽ ക്ലോറൈഡ്. 2-phenyl ethanamine, എത്ത് എന്ന് പറഞ്ഞ 2 കാർബൺ, അമീൻ NH2, ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. ഇത് 2. സെക്കൻഡ് പൊസിഷനിൽ ബെൻസീൻ റിംഗ് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ്, ബ്രാഞ്ച് ആയി കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് ഫിനൈൽ. അപ്പൊ 2-phenyl ethanamine ഉണ്ടോ? ഇത് രണ്ടും നിങ്ങൾ ഇങ്ങനെ വരച്ചു വെക്കുക, എന്നിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് എന്താ വ്യത്യാസം അവർ തമ്മിൽ. എപ്പോഴും കൺവേർഷൻ വരക്കുമ്പോൾ ഇതാണ് ആക്ച്വലി. ഇവിടെ CH2 അല്ലേ, ഇവിടെ എന്താ ഒരു കാർബൺ കൂടി. എങ്കിൽ ചാർട്ടിലുണ്ടാവും, തനിയെ ചെയ്യണം. ഇൻഡിവിജ്വലി ഞാൻ ചെക്ക് ചെയ്യും. വേഗം നോക്കാം. റൈറ്റ് ആണ് കേട്ടോ. ജ്യോതിഷ് കംപ്ലീറ്റ് ചെയ്തു. വെരി ഗുഡ് കേട്ടോ. ഓക്കെ ദെൻ ഓക്കെ ഗുഡ് കിട്ടി. ഇൻഡിവിജ്വലി നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ഈ സി മാറിയിട്ടാണ് CH2 NH2 ആണ് കേട്ടോ. നോക്കണം കേട്ടോ ആലോചിച്ചായിട്ട്. ഓക്കെ ആണോ മോനെ? ആ ശരി, അവിടെ വരെ റൈറ്റാ. ഇനി എന്താവും? CH2 NH2. ഇതിൽ നോക്കിക്കോ മോൻ, ഇവിടെ നോക്ക് കേട്ടോ. ഇവിടെ എവിടെ വരെ എത്തി? CN അല്ലേ? CN നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ? റിഡക്ഷൻ ചെയ്യുന്നു. അപ്പോഴാണ് CH2 NH2 ആണ് കേട്ടോ. ഓക്കെ, അതിൽ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. മാപ്പ് നോക്കി 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 ഫെമിലിയർ ആക്കി എടുക്കാം. ഓക്കെ പേപ്പർ ഉണ്ട് അല്ലേ? ഡൗട്ട് എന്നുള്ള ക്വസ്റ്റൻ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ കിട്ടാത്തല്ലോ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. DNP ഒക്കെ ചെയ്തോ? ഇത് കിട്ടിയില്ലോ? കുഴപ്പമില്ല. ലൈറ്റ് ആണ്, ലൈറ്റ് വരുമ്പോൾ ഡബിൾ ബോണ്ടിൽ ചെയ്യാൻ പാടില്ല. ബിയർ ഇവിടെ ഡബിൾ ബോണ്ട് അങ്ങനെ തന്നെ തുടരുത് കേട്ടോ. ഓർത്തോക്കാം. ഇതിന്റെ വേറെ ക്വസ്റ്റൻ രാജഗിരിയിൽ ചോദിച്ചത് അവനുണ്ടായിരുന്നു. അവിടെ എന്താണെന്നറിയോ, അവന്മാർ ലൈറ്റ് ഫിറ്റ് ചെയ്തില്ല, BR2 മാത്രം കൊടുത്തു, എന്നിട്ട് ഡാർക്ക് കൊടുത്തു. അപ്പം എന്ത് പറ്റും? ഇവിടെ BR വരും, ഇവിടെയും BR വരും കേട്ടോ. ലൈറ്റ് ഇല്ലെങ്കിൽ എവിടേക്ക് BR വരും? ഇവിടെയും വരും, ഇവിടെയും വരും കേട്ടോ. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇൻടെക്സ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അവരെല്ലാം ഇൻടെക്സ് അവിടെ എത്തിച്ചേക്കുന്നത്. ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡൗട്ടുള്ള എന്തെങ്കിലും ഭയങ്കര ടഫായിട്ടുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഒന്ന് നോക്കുകയും ചെയ്യാം. ആണോ പ്രശ്നം വന്നേ? അത് പറയാം കേട്ടോ. KVയുടെ പ്രീ ബോർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഓക്കെ, വന്നിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അതിൽ ഏറ്റവും ലാസ്റ്റത്തെ 33 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദ ബേസിക് സ്ട്രെങ്ത് അനലിൻ, പാരാനൈട്രോ അനലിൻ, പാരാടൊളൂഡിൻ, ഏറ്റവും ഹയസ്റ്റ് ബേസിക് ഏതായിരിക്കും ഇതിൽ? അനലിൻ, പാരാനൈട്രോ അനലിൻ, പാരാടൊളൂഡിൻ. ഹയസ്റ്റ് ബേസിക് ഏതായിരിക്കും? ഡിക്രീസിംഗ് ഓർഡറാണ് പറഞ്ഞേക്കുന്നത്.
ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആണ്. ഹയസ്റ്റ് ഏതായിരിക്കും? ടൊലൂഡിൻ കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കാം, പാരാ ടൊലൂഡിൻ അല്ലേ. അപ്പൊ NH2 CH3 ഗ്രൂപ്പ് വന്നാൽ ബേസിക് നേച്ചർ കൂടും അല്ലെ. എന്തുകൊണ്ട്? വാട്ട് ഇസ് റീസൺ? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്, അതാണ് മെയിൻ ആൻസർ. ബ്രാക്കിൽ എന്ത് ഇൻഡക്റ്റീവ് എഫക്ട് അതും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പവർഫുള്ളായി. ആ ടീച്ചർക്ക് കരുതും സൂപ്പറാണെന്ന് കരുതും. പ്ലസ് ഐ എഫക്ട് ആണോ, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പ്ലസ് ഐ എഫക്ട്. ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന ആളാരാ? NO2 ആണ് അതിൽ അല്ലെ. പാരാ നൈട്രോടൊലൂഡിൻ അതിനാണ് ഏറ്റവും കുറവ്. ഓക്കെ, അതിനെന്ത് വരും? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ബേസിക് നേച്ചർ ഡിക്രീസസ്, അസിഡിക് നേച്ചർ ഇൻക്രീസസ്. അത് പറയാൻ കാരണം എന്താ? ഈ ക്വസ്റ്റ്യൻ തന്നെ പാരാ നൈട്രോ ഫിനോൾ വെച്ചിട്ട് അവിടെ അസിഡിറ്റി വെച്ചിട്ട് ഏതിൽ ചോദിക്കും? ഫിനോളിൽ ചോദിക്കും. ഉണ്ടോ? ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാം, മറക്കരുത്. നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആ ഏത് എന്ത് പറ്റിയെന്ന? ആ ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. എത്തനാൽ ടു ഈഥെയ്ൻ, എത്തനാൽ ടു ഈഥെയ്ൻ ഒറ്റയടിയാൻ തരും ഞാൻ. എത്തനാൽ ടു ഈഥെയ്ൻ എന്താന്ന് പറഞ്ഞേ? ക്ലമൻസൺ റിഡക്ഷൻ. ഒറ്റ ഇതേ ഉള്ളൂ, സിങ്ക് അമാൽഗം ZN കേട്ടോ. ഓർത്ത് നോക്കുക, എത്തനാൽ ടു ഈഥെയ്ൻ കേട്ടോ. ക്ലമൻസൺ റിഡക്ഷൻ ഓർ വൂൾഫ്രിക്ഷൻ റിഡക്ഷൻ രണ്ടും എഴുതാം. അപ്പോ എന്താണ്? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ടു കറസ്പോണ്ടിങ് ആൽക്കെയിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ മുഴുവനും അതാ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, ആ then അടുത്ത എന്തായിരുന്നു? ബെൻസോയിക് ആസിഡ് ടു ബെൻസീൻ. ഒറ്റ സ്റ്റെപ്പ്, ബെൻസോയിക് ആസിഡ് ടു ബെൻസീൻ. ആ പറഞ്ഞു, ശരിയാ മോനെ. ആ പറഞ്ഞു ഫ്ലാവിയ, കറക്റ്റാ. ഡീകാർബോക്സിലേഷൻ എന്തായിരുന്നു? ഡീകാർബോക്സിലേഷൻ കണ്ടോ. ഓർത്ത് നോക്കാം, CO2 റിമൂവ് ചെയ്യണം അല്ലെ. ബെൻസോയിക് ആസിഡ് ടു ബെൻസീൻ, ഡീകാർബോക്സിലേഷൻ. കിട്ടിയാ? ഇത് രണ്ട് നെയിം റിയാക്ഷനാ കണ്ടോ. ബേസിക് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ, ഏത് കൺവേർഷൻ വന്നാലും ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഓർത്ത് നോക്കാം. ഏത് കൺവേർഷൻ ആയിക്കോട്ടെ, നമ്മൾ ഓർഡറിൽ തിങ്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പാനിക് ആവും. ഓർഡറിൽ തിങ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പാനിക് ആവും. പാനിക് ആയാൽ നമുക്ക് കിട്ടത്തില്ല. പാനിക് ആയാൽ കിട്ടത്തില്ല. ഇപ്പൊ കെമിസ്ട്രിയുടെ ബുക്ക് എനിക്ക് കാണാനില്ല ഇവിടെ. ഓർത്ത് നോക്കാം, ഞാനപ്പോ ആദ്യം എന്ത് ചെയ്യും? വെറുതെ അവിടെ ഇവിടെ ഒക്കെ നോക്കും അല്ലേ. ആദ്യം എവിടെ നോക്കും? ഞാൻ ഷെൽഫിൽ നോക്കും. അവിടെ പോയി നോക്കി, ഇവിടെ നോക്കി, കണ്ടില്ല. പിന്നെ എന്ത് ചെയ്യും? താഴ്ത്തു നോക്കും, താഴ്ത്തു പിന്നെ നടപ്പുണ്ടോ അല്ലെ. അങ്ങനെ 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 ആ ആദ്യം ഇത് ഇൻക്രീസിങ് ആണോ? ഇത് ഇൻക്രീസിങ് ആണോ? അതാ പറഞ്ഞ ഓർഡറിൽ ആലോചിക്കണം, ആദ്യം നെയിമിങ് ആണോ എന്ന് ഓർക്കണം അല്ലെ. ഞാനിപ്പോ പറഞ്ഞോ, ഏത് കൺവേർഷൻ വന്നാലും റെസ്പെക്റ്റോടുകൂടി ഫസ്റ്റ് എന്ത് നോക്കണം? നെയിം റിയാക്ഷൻ ആണ്. ഫസ്റ്റ് നെയിം റിയാക്ഷൻ, ഫസ്റ്റ് നെയിം റിയാക്ഷൻസ്. ഓക്കെ, സെക്കൻഡ് ഓർത്ത് നോക്കുക, ഒബ്സർവേഷൻ. സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒബ്സർവേഷനിൽ കാർബൺ ഡബിൾ ആകുന്ന ടൈപ്പ് ഉണ്ടാവും, ചിലപ്പോൾ കാർബൺ ഭയങ്കരമായിട്ട് കുറയുന്ന ടൈപ്പ് ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ ചാർട്ടുകളിലേക്ക് വരാം. അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ നേരെ ചാർട്ടുകളിലേക്ക് വരാം. അപ്പൊ ആദ്യം നെയിം റിയാക്ഷൻസ്, പിന്നെ ഒബ്സർവേഷൻ വെച്ചിട്ട് ചാർട്ടിലേക്ക് വരാം. ചാർട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാ ചാർട്ടുകൾ? ആകെ നിങ്ങൾക്ക് 5 ചാർട്ട് വന്നിട്ടുള്ളൂ. ആ 5 ചാർട്ടിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഓർത്ത് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇൻക്രീസിങ് ആവാം, ഡിക്രീസിങ് ആവാം, ബാക്കി കാര്യങ്ങളാവും. ഇനി ഒറ്റ സ്റ്റെപ്പിലുള്ള ഉണ്ടാവും. ഈ ചാർട്ടൊന്നും ആവശ്യമില്ല. അതെന്തായിരിക്കും? നേരത്തെ ജ്യോതിഷ് ചോദിച്ച പോലെ എത്തനോൾ ടു എത്തനോയിക് ആസിഡ്, അതൊറ്റ സ്റ്റെപ്പ്. അതിലൊരു ചാർട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആണ് ആക്ച്വലി അല്ലേ. ഇപ്പോ ക്ലോറോ ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ, അത് ഡയറക്റ്റ് ആണ് ആക്ച്വലി അല്ലേ. ഡയറക്റ്റ് ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോവാം കേട്ടോ. ഓർത്ത് നോക്കും, മിക്കതും നെയിമിംഗുമായിട്ട് റിലേറ്റഡ് ആവാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നോക്കണ്ടേ കേട്ടോ. ഓക്കെ, അപ്പൊ ഓർഡറിൽ കൊണ്ടുപോകാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഫേസ് ചെയ്യും കേട്ടോ, പാനിക്കാണ്ട. 24 ചെയ്തോ? എനിക്കതാ അറിയണ്ടേ. 24 ചെയ്തോ? സൈക്ലോപെന്റനോൺ ചെയ്താ? അവിടെ എന്താ? ആകെ ഓക്സിജനും നൈട്രജനും ഹൈഡ്രജനും മാറ്റുക. എന്നിട്ട് എന്താ? ഡബിൾ ബോണ്ട് NOH, ഡബിൾ ബോണ്ട് NOH കേട്ടോ. അങ്ങനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. ഓക്കെ, എന്തായാലും കൺവേർഷനിലേക്ക് പോട്ടെ. ഈ പേപ്പർ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ, ഞാൻ എടുത്തിട്ട് തരാം കേട്ടോ. ഓക്കെ, എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ഒരു ദിവസം ഞാൻ ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കട്ടെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കട്ടെ, വെറൈറ്റി കേട്ടോ. എന്നിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യാം, ഗ്രൂപ്പിൽ ഡൈൻ ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് ഇതല്ലേ മോന്റെ ചെക്ക് ചെയ്തില്ലോ, കിട്ടിയോ? മെത്തേഡ് ഒക്കെ അല്ലേ കുട്ടി? കഴിഞ്ഞോ മോന്റെ റിയാക്ഷൻസ് എല്ലാം എഴുതിയോ? ഓട്ടെ നോക്കൂ, അല്ല ഇവിടെ നോക്കണ്ട, മറ്റേത് മാത്രം പഠിച്ചാൽ ഇത് മാത്രം കേട്ടോ. മോൻ ഇവിടെ നോട്ട് ഇവിടം വരെ ഇതും കൂടി അല്ലേ, ഇതും കൂടി നോക്കിയാൽ മതി. ഇത് ഇവിടെ ഉണ്ട്, നോക്കിയാ അങ്ങനെ പിന്നെ അങ്ങ് എഴുതിക്കും. ഒരുമിച്ച് എഴുതണം, കാണാതെ എല്ലാം കാണാതെ എഴുതണം കേട്ടോ, ഒരുമിച്ച് എഴുതണം കേട്ടോ. അപ്പോൾ കൺവെർഷൻ ആണ്, കൺവെർഷൻ ഒന്ന് ടൈപ്പ് ആക്കണമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇതുപോലത്തെ 1 കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചാപ്റ്ററിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക കേട്ടോ, ഓർത്ത് നോക്കുക. ഈ ചാപ്റ്ററിൽ ഇല്ല, ആൽക്കഹോൾ ഫിനോൾ ഈതറിലില്ല, അത് സോറി ആൽക്കഹോൾ ഫിനോൾ ഈതർ ആ ചാപ്റ്റർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിലും ഈ ടൈപ്പ് ഉണ്ട്. എവിടെയൊക്കെ ഉണ്ട്? ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റനിലൊക്കെ കുറേ വെറൈറ്റി ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ ടൈപ്പുകളിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ അമീൻസിൽ തന്നെ ഇൻഡെക്സ് ക്വസ്റ്റൻ കുറെ നല്ല ക്വസ്റ്റൻസ് ഉണ്ട്, വെറൈറ്റി ക്വസ്റ്റൻ. നമ്മൾ ഈ ചാർട്ട് എഴുതിയ ദിവസം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു 8 ക്വസ്റ്റൻ എങ്കിലും ചെയ്ത് കാണും, വേറെ എക്സ്ട്രാ ഓർത്ത് നോക്കി. ഇപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ അല്ലാതെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നോട്ടിൽ അവിടെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. ഓക്കെ, നോട്ടിൽ നോക്കിക്കഴിഞ്ഞാലും കിട്ടും. ഓർമ്മയുണ്ടോ അതിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയത്? 2 സൈഡിലും COH ഒക്കെ വരുന്നത്. ക്വസ്റ്റൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, വീട്ടിൽ പോയിട്ട് നോക്കണം. പേജ് നമ്പർ ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. പേജ് നമ്പർ 265 9.3 അതിലെ 3rd ക്വസ്റ്റ്യൻ. CH2 twice C4 ClCl 2 സൈഡിൽ Cl കൊടുത്തിട്ട് ഹെക്സൺ 1,6 ഡയമീൻ ഇതാണ് ചോദ്യം. അത് ഇത് വെച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കുക. ഒന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻ ഇൻടെക്സ്റ്റ് കിടക്കണ്ടേ കേട്ടോ, ഓർത്ത് നോക്കുക. ഇൻടെക്സ്റ്റ് 9.3 3rd ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, കുറെ സ്ഥലത്തുണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. കാർബോക്സിലിക് ആസിഡ് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നോക്കുക, ക്ലിയർ ചെയ്ത് വരാം. നെക്സ്റ്റ് നമുക്ക് 1 കാർബൺ ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് കേട്ടോ, ഓർത്ത് 1 കാർബൺ ഡിക്രീസ് ചെയ്യുന്ന മെയിൻ ടൈപ്പിലേക്ക് വരാം. അവിടെ നോക്കുന്ന സമയത്ത് ROH ഇത് തന്നെയാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത്. ROH ആൽക്കഹോൾ ആണ് ആക്ച്വലി വരുന്നത്. ROHലേക്ക് നമ്മൾ ROH തന്നെ തുടങ്ങാം. RCH2OH വെക്കാം, എഴുതാൻ പറ്റുള്ളൂ. RCH2OH ഇതിൽ ഈ ഒരു കാർബൺ കുറയ്ക്കുന്ന ടൈപ്പാണ്. ഇതിന് RCOH ആക്കണം. എന്ത് ചെയ്യണം പറഞ്ഞു? ആൽക്കലൈൻ KMnO4. ദെൻ ഇവിടെ നിന്ന് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ താഴേക്ക് ഇടുന്നത്. ഇതിലേക്ക് NH3 കൊടുക്കും. NH3 കൊടുത്താൽ എന്ത് വരും? ഇവിടെ ആൽക്കലൈൻ KMnO4. ആൽക്കലൈൻ KMnO4 ഓർ K2Cr2O7 ആണ്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ RCONH2. Then RCONH2ലേക്ക് നമ്മൾ ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ Br2NaOH ഇട്ട് കഴിഞ്ഞാൽ RNH2. Then RNH2ലേക്ക് ഇവിടെ വെച്ചിട്ടാണ് 1 കാർബൺ എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്നത്. 1 കാർബൺ ഡിക്രീസസ്. Then RNH2 എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിലേക്ക് നമുക്ക് HNO2 and H+ ആഡ് ചെയ്താൽ എന്ത് വരും? ROH. ഇത് നോക്കിയാൽ ഒരു കാർബൺ കുറഞ്ഞില്ലേ? ഇവിടെ വെച്ചിട്ട് 1 കാർബൺ എന്ത് ചെയ്യുന്നു? കുറയുന്നു. 1 കാർബൺ എന്ത് ചെയ്തു? കുറഞ്ഞു. ഉണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെ 1 കാർബൺ കുറയാൻ വേണ്ടിയിട്ട് ഈ റിയാക്ഷന്റെ പേരെന്താ? ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ. ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി അല്ലാതെ കാർബൺ കുറയുന്നത് കാർബോക്സിലിക് ആസിഡിനെ വീണ്ടും നമുക്ക് എന്താണ് CO2 കളഞ്ഞ് R ആക്കി എടുക്കാൻ പറ്റും. അതാണ് എന്താ നേരത്തെ കണ്ട ഡി കാർബോക്സിലേഷൻ റിയാക്ഷൻ. ബെൻസീൻ റിംഗ് അല്ലെങ്കിൽ RC
COOH. അതിന് എന്തായിരുന്നു NaOH and CaO. ഹീറ്റ് കേട്ടോ, ഓർത്തോ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 കിട്ടും കേട്ടോ, ഓർത്തോ RH എന്നാണ് കിട്ടുക, RH കേട്ടോ, ഓർത്തോ. അല്ലെങ്കിൽ ഇത് ബെൻസോയിക് ആസിഡ്. ഇപ്പോൾ വിവേക് ഇവിടെ ചോദിച്ച ചോദ്യം അല്ലെ, ഈ സെയിം കോമ്പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ബെൻസീൻ ആകും. ഉണ്ടോ? ഇനിയും കാർബൺ പെട്ടെന്ന് കുറെ കുറയ്ക്കണമെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഓസോണോലൈസിസ് ആണ്. എന്താ ഉപയോഗിക്കുന്നത്? ഓസോണോലൈസിസ് കേട്ടോ, ഓർത്തോ. ഇപ്പൊ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു പെൻറ്റെയിൻ ആണ്. പെൻറ്റെയിൻ കൺവേർട്ട് ടു മെത്തനോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഓസോണോലൈസിസ് അപ്ലൈ ചെയ്യും. എങ്ങനെ അപ്ലൈ ചെയ്യും? പെൻറ്റെയിൻ കൺവേർട്ട് ടു മെത്തനോൾ. പെൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാ? 5 കാർബൺ. 5 കാർബണ നമുക്ക് എത്രയാക്കി എടുക്കണം? മെത്താക്കണം. അതിന് അങ്ങനെയുള്ള റിയാക്ഷൻസ് വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ക്രാക്കിംഗ് ഓർ പൈറോലിസിസ്. എവിടെ പഠിച്ചു? 11th എന്തും എവിടെ ചോദിക്കും? 12th ചോദിക്കും. കാരണം എല്ലായിടത്തും റഫർ എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കേട്ടോ. ക്രാക്ക് ചെയ്യാം. ക്രാക്ക് ചെയ്യുമ്പോൾ എത്രയാ ടെമ്പറേച്ചർ? 723 അല്ലെ, 723 കെൽവിൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. ക്രാക്ക് ചെയ്താൽ ഇഷ്ടമുള്ള പീസാക്കി എടുക്കാം. പെൻറ്റെയിനെ ക്രാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? മീഥേൻ ആൻഡ് ബ്യൂട്ടീൻ. ഒരെണ്ണം ANA ഒരെണ്ണം ENA ആയിരിക്കും, അത്രേ ഉള്ളൂ. ഈഥീൻ ആൻഡ് പ്രൊപ്പെയിൻ ഓർ ഈഥേൻ ആൻഡ് പ്രൊപ്പീൻ. കണ്ടോ? അങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം, ഒടിക്കുക. മനസ്സിലായി? അങ്ങനെ ഒടിച്ചൊടിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതിനെയാണ് പൈറോലിസിസ് കേട്ടോ, ഓർത്തുക. പൈറോലിസിസ് എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓസോണോലൈസിസ് ചെയ്യുക. ഓസോണോലൈസിസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? ഡബിൾ ബോണ്ട് വേണം. ഡബിൾ ബോണ്ടിന്റെ എവിടെയാണോ അവിടെ വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കിട്ടും അല്ലേ? ഡബിൾ ബോണ്ട് എവിടെയാണോ അവിടെ വെച്ച് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കേട്ടോ, ഓർത്തുക. അങ്ങനത്തെ ഭയങ്കര ടഫ് ഒന്നും വന്നിട്ടില്ല നോർമലി. ഓസോണോലൈസിസ് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അല്ലാതെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത് മെയിൻ ആയിട്ട് ഈ ഒരു സ്ട്രീമിലാണ് കാർബൺ കുറയുന്നത് വരിക. ഈ പേജിൽ ഇതൊക്കെ ഉണ്ടാവാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇതൊന്ന് വരച്ച് കേട്ടോ, വേഗം ഫുൾ പേജിൽ വരക്കണം കേട്ടോ. ഓക്കെ, കാർബൺ എഴുതിക്കോ. സ്റ്റാർട്ട് കഴിഞ്ഞു. ഇപ്പൊ എഴുതി കഴിഞ്ഞാ? വെരി ഗുഡ്. മറ്റേത് എഴുതി കേട്ടോ. മറ്റേത് എഴുതി. അപ്പോൾ നമുക്ക് അമീൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ചെയ്യണം. ഇതൊരു ഫുൾ പേജിലേക്ക് വരക്കാം. എന്നിട്ട് ഇത് ഒബ്സർവ് ചെയ്തിട്ട് കേട്ടോ, ആ പേജിൽ വേറെ ഒന്നും വരക്കാതിരിക്കുക. പാരാട്ടുള്ളൂ കേട്ടോ. ഇതാണ് പാരാട്ടുള്ളൂ. അവരുടെ ചോദ്യം ഇതാണ്. ഇതാണല്ലേ കണ്ടോ? അതിൽ ഏറ്റവും ഹയസ്റ്റ് ബേസിക് ആരാ? CH3 ഗ്രൂപ്പ് കൂടുമ്പോൾ അല്ലെ, എല്ലാത്തിലും NH2 ഉണ്ട്, അപ്പോൾ കോമൺ അല്ലേ. CH3 കൂടിക്കഴിഞ്ഞാൽ ബേസിക് നേച്ചർ കൂടും. അപ്പോൾ ഹയസ്റ്റ് ബേസിറ്റി ആണ് ഹയസ്റ്റ് ബേസിറ്റി. സെക്കൻഡ് ഹയസ്റ്റ് അനിൽ. NO2 എന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ബേസിക് നേച്ചർ ഡിക്രീസ് ചെയ്യും. അസിഡിക് നേച്ചർ ഇൻക്രീസ് ചെയ്യും. ബേസിക് നേച്ചർ ഡിക്രീസ് ചെയ്ത PKB ഇൻക്രീസസ് കേട്ടോ, ഓർത്തോക്ക്. PKB ഇൻക്രീസസ് കേട്ടോ. ഓക്കെ, ഓർത്തോക്ക്. ബേസിക് നേച്ചറും PKBയും ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ബെസ്റ്റ് ആണ് ആക്ച്വലി കേട്ടോ. ഓക്കെ, എഴുതി നോക്കി കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിൽ നോക്കി കേട്ടോ. എന്നിട്ട് ഒന്ന് റെക്ടിഫൈ ചെയ്യുക, വീണ്ടും ഒന്ന് എഴുതി വെക്കുക, അത്ര കേട്ടോ. ഓക്കെ ആണ് അല്ലെ. 9.5 അല്ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ തേർഡ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് എഴുതണം. എഴുതി വെച്ചു. എത്തനോയിക് ആസിഡ് ഇൻടു മെത്തനമീൻ. ക്വസ്റ്റൻ നമ്പർ എഴുതി വെക്കുക. 9.5 അമീനാണ് കേട്ടോ. 9.5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എത്തനോയിക് ആസിഡ് ഇൻടു മെത്തനമീൻ. എത്തനോയിക് ആസിഡ് ഇൻടു മെത്തനമീൻ. എത്തനോയിക് ആസിഡ് ഇൻടു മെത്തനമീൻ. എത്തനോയിക് ആസിഡ് ഇൻടു മെത്തനമീൻ. എത്തനോയിക് ആസിഡ് CH3COH. എത്തനോയിക് ആസിഡ് ഇൻടു മെത്തനമീൻ. ഇതുണ്ടോ, ഒരു കാർബൺ കുറഞ്ഞു. ഒബ്സർവ് ചെയ്യാതെ ഈ ചാർട്ട് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ കാണുമ്പോൾ കൺവെൻഷൻ കണ്ടു കഴിഞ്ഞ് ഇത് രണ്ടും എഴുതി നോക്കിയിട്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നോക്കിയേ, ആ ചാർട്ടിലേക്ക് നോക്കിയേ. എത്തനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ ഇവിടെയാണ് കേട്ടോ, COH ആണ്.
ഇവിടെ നിന്ന് ഒരു കാർബൺ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഇത് കഴിയണം ഉണ്ടോ, എന്നിട്ടാണ് ഇത് കിട്ടുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? എഥനോയിക് ആസിഡിലേക്ക് എന്താ ആഡ് ചെയ്യുന്നത്? NH3 ഉണ്ടോ. NH3 ആഡ് ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ ശ്രദ്ധിക്കുക. എവിടെയാണ് ഈ OH ഇവിടെ നിന്ന് ഒരു H കൂടി പോകും, H2O. ബാക്കി എന്തുണ്ട്? CO NH2, CH3 CO NH2 ഉണ്ടോ. NH3 ഒരു ഹൈഡ്രജനും ഇവിടെ നിന്ന് ഒരു OH H2O പോവും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടണം കേട്ടോ. ഓക്കെ, അല്ലാതെ ഓരോ റിയാക്ഷനും എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചൊക്കെ വെക്കും, ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം എന്താ, എത്ര റിയാക്ഷൻസ് കണക്റ്റഡ് ആണ് കൺവേർഷൻ വരുന്നത് അല്ലേ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും? ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ, Br2 NaOH ഉണ്ടോ. അപ്പൊ CO പോകും ഉണ്ടോ, CH3 NH2, ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, ഇൻഡിവിജ്വലി ഞാൻ ചെക്ക് ചെയ്യും. ഹെക്സൻ നൈട്രൈൽ ഇൻടു 1 amino pentane, ഹെക്സൻ നൈട്രൈൽ ഇൻടു 1 amino pentane, ഹെക്സൻ നൈട്രൈൽ ഇൻടു 1 amino pentane, ഹെക്സൻ നൈട്രൈൽ ഇൻടു 1 amino pentane. ഹെക്സ് എന്ന് പറയുമ്പോൾ എത്ര കാർബണാ? ഉണ്ടോ, ആദ്യം കാർബൺ എഴുതിയേക്കുന്നത് ഉണ്ടോ. ഹെക്സൻ നൈട്രൈൽ, ഇത് കണ്ടോ, നൈട്രൈൽ എന്ന് പറഞ്ഞ CN ആണ്. 1 amino pentane, പെന്റ് എന്ന് പറയുമ്പോ 5 കാർബൺ വരച്ച്, ഇത് കണ്ടോ, വരക്കുന്ന മെത്തേഡൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പല ആൾക്കാരും ഇവിടെ ഹെക്സൻ നൈട്രൈൽ എന്ന് പറയുമ്പോൾ CH2, അത് കഴിഞ്ഞിട്ട് ഈ CN കാർബൺ കൗണ്ട് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഹെപ്റ്റായി പോകാറുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ CN ഈ ചാർട്ടിൽ വന്നിട്ടില്ല, പക്ഷെ ഇതിനു മുമ്പത്തെ ചാർട്ടിൽ CN ഉണ്ട്. CN ഇന്ന് COH ആക്കാൻ എന്ത് ചെയ്യണം? CN COH ആക്കാൻ എന്ത് ചെയ്യണം? നോക്കിക്കോ, ഇതിനു മുമ്പത്തെ ചാർട്ട് ഉണ്ട്. CN COH ആക്കാൻ എന്ത് ചെയ്യണം? H2 and H+. ഉണ്ടോ. ഓക്കെ, അപ്പോ ഇവിടെ ഒരു സ്റ്റെപ്പ് ഈ ചാർട്ടിൽ വന്നിട്ടില്ല. എല്ലാരും നമ്മൾ അതിലേക്ക് കൊടുക്കൂല, കണ്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പഠിക്കുക. അപ്പൊ ഈ ചാർട്ടുകൾ എഴുതുമ്പോൾ നിങ്ങൾ കരുതും അത് ഇതിലേക്ക് ഇന്റർകണക്റ്റഡ് ആണ്. അപ്പോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും അല്ലെ? CH3 എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ CH2 എത്ര ടൈം ആണെന്ന് എഴുതി വെക്കുകയാണ്. 2 3 4 CH2 4 ടൈം COH, 4 + 1 5, 5 + 1 6 അല്ലെ. ഹെക്സനോയിക് ആസിഡ് തന്നെയാണ്, അവിടെ ഒന്നും കുറഞ്ഞിട്ടില്ല. അടുത്ത സ്റ്റെപ്പില് ഞാൻ ഇവിടെ എന്താ ആഡ് ചെയ്യണ്ടേ ഉണ്ടോ? എന്താ ആഡ് ചെയ്യണ്ടേ? NH3 ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് വരും? CH3 CH2 4 ടൈം CONH2. നിങ്ങൾ എഴുതുമ്പോൾ CH2 എന്ന് എഴുതിയാലും മതി. ഓർത്ത് നോക്കും. ഞാൻ എനിക്ക് എഴുതാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് CH2 4 ടൈം തന്നെ ഇങ്ങനെയും എഴുതാം, ഒരു കുഴപ്പമില്ല. റൈറ്റ് ആണ് ആക്ച്വലി. നെക്സ്റ്റ് സ്റ്റെപ്പില് നമുക്ക് ഈ CO കളയാനായിട്ട് ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ, Br2 NaOH, CH3 ദൂരം CH2 4 ടൈം ഇവിടെ വന്നിട്ട് NH2 വരും അല്ലേ. ഓക്കെ, അതാണ് ഈ കോമ്പൗണ്ട്. ലാസ്റ്റത്തെ കോമ്പൗണ്ട് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ. നേരെ എഴുതിയാൽ മതി, താഴേക്ക് കൊടുക്കാം, കുഴപ്പമില്ല, ഓൾറെഡി എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ, എത്തനോയിക് ആസിഡ് ഇൻടു പ്രൊപ്പനോയിക് ആസിഡ്. നെക്സ്റ്റ് എല്ലാവരും എഴുതിയിട്ട് തന്നെ കാണിക്കണം കേട്ടോ. എത്തനോയിക് ആസിഡ് ഇൻടു പ്രൊപ്പനോയിക് ആസിഡ്. അപ്പൊ ശ്രദ്ധിക്കുക, അത് കണ്ടോ, ഇവിടെ തുടങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി യൂട്ടേൺ അടിച്ച് ഇവിടെ വരണം. കണ്ടോ, ഓർത്ത് നോക്കാം. കണ്ടോ, മാപ്പ് നോക്കുക കേട്ടോ, കാരണം അത് നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി മാപ്പ് നോക്കുമ്പോൾ ഒരു ഫിഗർ പോലെ ഇത് വരണം. ഇത് ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ തിരിച്ചു വരണം. ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 9.5 ക്വസ്റ്റ്യൻ ആണ്. എത്തനോയിക് ആസിഡ് ഇൻടു ഇപ്പൊ ചെയ്താണ്, അത് ഇൻക്രീസ് ചെയ്യുന്ന, സോറി അതല്ല കേട്ടോ, ഡിക്രീസ് ചെയ്യുന്നതാണ് വേണ്ടത്. എത്തനമീൻ ഇൻറ്റു മെത്തനമീൻ, എത്തനമീൻ ഇൻറ്റു മെത്തനമീൻ ആണ് കേട്ടോ. എത്തനമീൻ ഇൻറ്റു മെത്തനമീൻ, ഒരു കാർബൺ കുറയല്ലേ വേണ്ടേ. എത്തനമീൻ ഇൻറ്റു മെത്തനമീൻ, എത്തനമീൻ ഇൻറ്റു മെത്തനമീൻ. ഡിക്രീസ് ചെയ്യുന്ന ചാർട്ടാണ്, മറ്റേത് ഇൻക്രീസ് ചെയ്യുന്നതാണ് കേട്ടോ. എത്തനമീൻ ഇൻറ്റു മെത്തനമീൻ.
രണ്ടും വരച്ചു നോക്കുക. എവിടെയാണോ അമീൻ വന്നേക്കുന്നത് അവിടെ തന്നെ തിരിച്ചെത്തണം. എത്തനമീൻ ഇൻറ്റു മെത്തനമീൻ. എത്തനമീൻ ഇൻറ്റു മെത്തനമീൻ എഴുതിയോ? HNO2 H2 വന്നു. മെത്തനോൾ ക്യാമറ കൊടുക്കും. ഇതെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? മറ്റേ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്. ഓക്കെ അല്ലേ? ഇതിലെന്താ എറർ വന്നതെന്ന് എന്നെ കണ്ടെത്തിയിട്ട് പറഞ്ഞു. ഒരു എറർ ഉണ്ട്. അത് തന്നെ. യെസ് ഉണ്ടോ? യെസ്. ഒരു കുഞ്ഞ് എറർ ഉണ്ട് കേട്ടോ. നോക്കിയൊക്കെ റൈറ്റ് ആണ്. ഇവിടെ എത്ര കാർബണാണ്? 2 കാർബൺ. ഇവിടെ 2 കാർബണാണ്. ഇവിടെ 3 കാർബണായി. അങ്ങനെ ആവും? ഇല്ല കേട്ടോ. CH2ൻ്റെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആൻഡ് അഡീഷൻ ഓഫ് ഓക്സിജൻ. അപ്പോൾ അവിടെ വെച്ച് കൂടില്ല അല്ലേ? ഓക്കെ, ഇത് വിട്ടു കേട്ടോ. ബാക്കിയൊക്കെ റൈറ്റ് ആണ്. ആക്ച്വലി ഇത് റൈറ്റ് ആണ്. CnH2 വന്നിട്ടുണ്ട്. CH2. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വരച്ച് ക്രോസ് ചെക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ NH2ന് HNO2 NH+ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ H2O കൊടുക്കുന്ന സമയത്ത് CH2OH ആവും. ദെൻ ആൽക്കഹോളിന് നിങ്ങൾക്കറിയാം സ്ട്രോങ് ഓക്സിഡേഷൻ KMnO4. ആൽക്കലൈൻ KMnO4 ആണ്. CH3COH ആവും. ദെൻ അതിലേക്ക് നമ്മൾ NH3 ആഡ് ചെയ്യുന്നു. NH3 ആഡ് ചെയ്ത CH3CONH2. ദെൻ ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ Br2NaOH. അപ്പോൾ CH3NH2. ഓക്കെ, അപ്പോൾ ഒരേ ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരേപോലത്തെ ടൈപ്പുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇത് ഞാൻ മിക്സ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടില്ല. അതിന് ഒരു ഇതും അതൊക്കെ കൂടി ആവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരേ ഇതാണ്. അത് നമ്മൾ ചാർട്ട് വരച്ചിട്ട് ആ ടൈപ്പുകളെല്ലാം ബ്രെയിനിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നു. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലും അങ്ങനെ എടുത്തു വെക്കണം. നിങ്ങളുടെ മൈൻഡിലും അങ്ങനെ കറക്റ്റായിട്ട് എടുത്തു വെക്കണം. നിങ്ങൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചില്ലേ, ആ ചോദിക്കുന്ന ഓൺ ദി സ്പോട്ട് ഒബ്സർവേഷൻ ആണ്. ഫസ്റ്റ് അത് നെയിമിംഗ് ആണോ, ഇത് ചെക്ക് ചെയ്തിട്ട് അടുത്തേക്ക് പോകാവും. അങ്ങനെ പറയാം കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തു, എല്ലാ ടെക്സ്റ്റ് ബുക്കിലെയും ക്വസ്റ്റൻസ് ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് വീണ്ടും ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് അല്ലേ? നമ്മൾ ഈ ചാപ്റ്റർ എടുത്ത സമയത്ത് ഈ ടൈപ്പ് ഇത് വരച്ചതാണ്. ഇതിനോടൊപ്പം തന്നെ എക്സ്ട്രാ കുറെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തു നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് വീണ്ടും ഒന്ന് റീക്യാപ്പ് ചെയ്തു. ഇനി നമ്മൾ റാൻഡം സെലക്ഷനാണ്. റാൻഡം സെലക്ഷൻ ചെയ്യണ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ ആലോചിക്കുന്നു എന്നുള്ളത് കറക്റ്റ് റിഫൈൻഡ് അല്ലെങ്കിൽ ആയ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഒന്ന് റെഡിയാക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നത് പ്രൊപ്പനോയിക് ആസിഡ് ഇൻറ്റു എത്തനോയിക് ആസിഡ്. 9.5 8th question. 9.5 8th question. പ്രൊപ്പനോയിക് ആസിഡ് ഇൻറ്റു എത്തനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് ഇൻറ്റു എത്തനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് ഇൻറ്റു എത്തനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് ഇൻറ്റു എത്തനോയിക് ആസിഡ്.
പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആണ് അല്ലെ? എത്ര വേഗം ചെയ്തിട്ടൊന്ന് പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? കുഴപ്പമില്ല, കോൺഫിഡൻ്റ് ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എസ്റ്റിമേഷനൊക്കെ ഇല്ലേ, മറ്റേ ഓക്സാലിക് ആസിഡ് മോർ സോൾട്ട്, അതിൻ്റെ കാൽക്കുലേഷൻ മാത്രം ഒന്ന് എഴുതാം. നമ്മൾ എഴുതിയതാണ് ഒരു പ്രാവശ്യം കൂടി കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓർഗാനിക് കേട്ടോ. അപ്പം ഇത് കഴിയും, എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് പറയാം. വേഗം നമ്മളൊരു 25th 26th ജനുവരി ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കൽ കഴിയും. അത് കഴിയുമ്പോൾ നമുക്കൊരു ഫുൾ ഡേ വെക്കണം കെമിസ്ട്രിയിൽ ഓർഗാനിക്കിന് വേണ്ടി കേട്ടോ. ഓർത്തോ, അന്ന് ഞാൻ പറയും ഈ ചാർട്ടുകളെല്ലാം കൊണ്ടുവരണം, ഗീവ് റീസൺ കൊണ്ടുവരണം, ദെൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്നേക്കുന്ന രണ്ടുപേരുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കാനുണ്ട്, ആ ഒരു സാധനം സെറ്റാക്കാം. അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി 2 അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരും. അത് നമുക്കൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരണം. അത് എഴുതി എല്ലാം സെറ്റായത് എല്ലാ ടൂൾസും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമെന്നാണ് വരുന്നത്. ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺവേർഷൻസുകൾക്ക് എല്ലാം ഒരു പേജിലേക്ക് ആക്കി, ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കൺവേർഷനും ഒരു സ്ഥലത്ത് ഉണ്ടാവണം. എനിക്ക് കാണണം, ബുക്കിലോ എവിടെയായാലും കണ്ടാൽ മതി, ഒരു സൈഡിലായിരിക്കണം, അല്ലാതെ അതിന് വേണ്ടി ഓടി കിടക്കാൻ പാടില്ല. പിന്നെ ഈ ചാർട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഗീവ് റീസന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഗീവ് റീസൺ ഓർമ്മയുണ്ടോ? നമ്മളന്ന് പറഞ്ഞ ആ സാധനം തന്നെയാണ്. എന്തൊക്കെയായിരുന്നു ഗീവ് റീസൺ? ഒരു ടേബിൾ ഉണ്ട് അല്ലേ, ആ ടേബിൾ വിത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഗീവ് റീസൺസും ഒരു സ്ഥലത്തായിരിക്കണം കേട്ടോ. ഓക്കെ, എല്ലാ ഗീവ് റീസൺസും ഒരു സ്ഥലത്ത്. അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് 6 ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതെല്ലാം സെറ്റാക്കി വെക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റൻസ് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ആകുമ്പോൾ എന്തായിരിക്കും, ഫിസിക്കൽ മീൻസ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ പറയാം. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ ന്യൂമറിക്കൽ എല്ലാം ഒരു സൈഡിൽ വേണം. എല്ലാ ചാപ്റ്ററിലും ന്യൂമറിക്കൽ ഒരുമിച്ചാണ് ആക്ച്വലി വരുന്നത്. ദെൻ D&F കോർഡിനേഷൻ കോമ്പൗണ്ട് മെയിൻ ടൂൾ എന്താ? D&F കോർഡിനേഷൻ കോമ്പൗണ്ട് 4 മെയിൻ ടൂളുള്ളൂ. ഒന്ന് പീരിയോഡിക് ടേബിൾ, പൊസിഷൻ അറിയണം അല്ലേ. ഇപ്പോൾ ടങ്സ്റ്റൺ ഏതായിരുന്നു, ഏത് ഗ്രൂപ്പിലാണ്? ടങ്സ്റ്റൺ ക്രോമിയത്തിന്റെ ഗ്രൂപ്പിൽ അല്ലേ. ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ അല്ലേ. അപ്പോൾ ആ ടങ്സ്റ്റണിന് മെൽറ്റിംഗ് പോയിന്റ് ഹയർ ആണ്. ആ പൊസിഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അത് ആദ്യത്തെ 10 ടോപ്പിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഓർത്തോക്കെ 10 ടോപ്പിക്സ് എന്ന് പറയുന്നത് പൊസിഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി വരുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ടൂൾ അറിയണം. പിന്നെ അതിൽ ആകെ പഠിക്കാനായിട്ടുള്ള മെയിൻ ആയിട്ട് എന്താ? പ്രിപ്പറേഷൻ, KMNO4 K2CR207 പ്രിപ്പറേഷൻ ആൻഡ് ഓക്സിഡൈസിങ്. രണ്ടാമത്തെ കാര്യം അതിൽ ഓർത്തോക്കാം. ആ 2 അതാണ് മെയിൻ കാര്യം. പിന്നെ F ബ്ലോക്ക് ആണ് ആക്ച്വലി, അതാണ് 3. അത്രയും 3 മെയിൻ മേജർ ഏരിയ ആണ് ആകെ ഉള്ളത് D&F. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്തൊക്കെ ഓർത്തോക്കേണ്ട? CFT VBT ആണ് മെയിൻ. പിന്നെ തേർഡ് വരുന്ന ഐസോമറിസം. മെജോറിറ്റി മേജർ ഏരിയ എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്. അപ്പം അത്രയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഏതാ മോനെ? ഒരു ആവറേജ് എടുത്തു 1.59. മറ്റേത് നിങ്ങളുടെ ഇതിലതല്ലേ, അത് ചെയ്തു. നെക്സ്റ്റ് പ്രൊപ്പനോയിക് ആസിഡ് ഇൻറ്റു എത്തനോയിക് ആസിഡ് കിട്ടിയോ? ചെയ്തു. പ്രൊപ്പനോയിക് ആസിഡിൽ ആദ്യം എന്താ ആഡ് ചെയ്തു? NH3. അപ്പൊ എന്ത് കിട്ടും? പ്രൊപ്പനമൈഡ് അല്ലെ, CH3 CH2 CO NH2. ദെൻ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ. അപ്പോ CO പോകും, എന്നിട്ട് എന്താവും? CH3 CH2 NH2. ദെൻ അതിലേക്ക് HNO2 ആൻഡ് H2O. അപ്പൊ എന്ത് വരും? CH3 CH2 OH. ദെൻ നെക്സ്റ്റ് അതിലേക്ക് KMNO4 ആൻഡ് KOH. അപ്പൊ എന്ത് കിട്ടും? CH3 COOH. അങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്. ഓക്കെ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് ഓക്കെയാണ്, ഞാൻ എഴുതുന്നില്ല. അടുത്തത് 9.5 ഈ ടൈപ്പ് അല്ലാതെ ചോദിച്ചേക്കുന്നതാണ്. നൈട്രോമീഥേൻ ഇൻറ്റു ഡൈമീഥൈൽ അമീൻ. ഈ ടൈപ്പ് അല്ല.
കാരണം എന്താ, അവിടെ കാർബൺ ഇൻക്രീസ് ചെയ്യാനോ ഒന്നുമില്ല അല്ലെ. നൈട്രോമീഥേൻ ഇൻടു ഡൈമീഥൈലമീൻ. ഇത് വന്നാൽ ഒരു നെയിമിംഗ് റിയാക്ഷൻ ആണ്. ഏതാണത്? കൺവേർഷൻ അല്ലെ, പറയുമ്പോ കണ്ടോ, കൺവേർഷൻ വരുമ്പോ ആദ്യം ഉണ്ടോ നെയിമിംഗ് ആണോ എന്ന് ഓർത്തു വെക്കുക. അങ്ങനെ വരുമ്പോ നമുക്ക് മൈൻഡിലേക്ക് കിട്ടും. എന്തുകൊണ്ട് അതും കൂടി പറയണം കേട്ടോ. നൈട്രോമീഥേൻ ഇൻടു ഡൈമീഥൈൽ അമീൻ. നൈട്രോമീഥേൻ CH3NO2, ഡൈമീഥൈൽ അമീൻ. ഡൈമീഥൈൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ CH3 ആണ്, ഇവിടെയും CH3NH. ഇതാണ് ഡൈമീഥൈൽ അമീൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യേണ്ടത്, ഇത് എന്താ അമീനാ? സെക്കൻഡറി. ടെർഷ്യറി ആവുമ്പോൾ എന്ത് വരും? എച്ച് മാറിയിട്ട് ഇവിടെ ഒരു CH3 വരും. ട്രൈമീഥൈൽ അമീൻ. ഇതിന്റെ ഐപാക് നെയിം എന്താ? N-മീഥൈൽ മെത്തനമീൻ അല്ലെ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കുക, ഇതിൽ ഏതാണ് നെയിമിംഗ്? ഉണ്ട് ജ്യോതിഷ് കിട്ടി, പറഞ്ഞോ ഏതാണ്? സെക്കൻഡറി അമീൻ പ്രിപ്പറേഷൻ ഒരെണ്ണത്തിന് മാത്രമേ പറ്റുള്ളൂ. പ്രിപ്പറേഷൻ ഓഫ് അമീൻ എത്ര ഹെഡിങ്? 6 ഹെഡിങ്. അതിൽ ഒരെണ്ണത്തിന് മാത്രമാണ് സെക്കൻഡറി അമീൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. വിവേകേ ഒന്ന് പറഞ്ഞേ. നെയിമിംഗ് ആണ് ഈ ചാപ്റ്ററിൽ. നെയിം റിയാക്ഷൻ ഓർത്ത് നോക്കുക. അത് പറയുമ്പോൾ എന്താ ആലോചിക്കാത്തെ? ശരിയാ, അമോണോലിസിസ്. ആദ്യത്തെ നെയിമിംഗ് ആണ് അമോണോലിസിസ്. എന്തായിരുന്നു? അമോണോലിസിസ് കേട്ടോ. അമോണോലിസിസ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ഹെഡിങ് എന്താ? ഫ്രം നൈട്രോ കോമ്പൗണ്ട്, പ്രിപ്പറേഷൻ ഓഫ് അമീനില്. അതൊക്കെ നമുക്ക് എന്താ? പ്രൈമറി അമീനെ കിട്ടുന്നത്. സെക്കൻഡറി ടെർഷ്യറി ചോദിച്ചാൽ അപ്പൊ തന്നെ എന്തിലേക്ക് വരണം? അമോണോലിസിസ്. ഓക്കെ, അപ്പോ NO2 മാറിയിട്ട് NH2 ആക്കാൻ എന്ത് ചെയ്യണം? ഇത്രയുള്ള പരിപാടി. ശരിയാ, പറഞ്ഞോ. Fe+HCl അല്ലെ. ഓക്കെ, ഓർ എന്താ പറയാ? ഓറിട്ട് വെറുതെ എഴുതാം, Sn+HCl. ഓർ എന്താണ്? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ഓർ എന്താണ്? കണ്ടോ ജോഷി കിട്ടി? നിക്കൽ ആൻഡ് പലേഡിയം അല്ലേ. ഓക്കെ, ഇപ്പൊ റെഡ്യൂസിങ് ഏജന്റുകളാണ്. പുറത്ത് വെക്കുക CH3NH2. CH3NH2ലേക്ക് ഡാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. എന്താ കിട്ടുന്നത്? CH3Cl. ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഈ Cl-ഉം ഇവിടെ നിന്ന് ഒരു H-ഉം, HCl അവിടെ നിന്ന് പോകും. കണ്ടോ, ഇവിടെ നിന്ന് ഒരു H-ഉം ഇവിടെ നിന്ന് ഒരു Cl-ഉം. HCl പോയി, ബാക്കി CH3 വന്ന് ഇവിടെ ജോയിൻ ചെയ്യും. കണ്ടോ, അങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പൊ ഇവിടേക്ക് എത്താണ്. ഇനി ഇത് ടെർഷ്യറി അമീൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? CH3Cl. കണ്ടോ, അപ്പൊ ഇവിടെ നിന്ന് ഒരു H-ഉം Cl-ഉം. HCl പോയി, അപ്പൊ എന്ത് വരും? ദേ ഇവിടെ CH3, ഇവിടെ CH3, താഴെയോ മുകളിലോ എവിടെ വേണമെങ്കിലും ഇവിടെ N ഉണ്ടോ, ഇവിടെ CH3 ഉണ്ടോ. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇവിടം വരെ എഴുതിയാൽ മതി കേട്ടോ. ഞാനത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇൻ കേസ് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ അവിടെ വരെ ഉള്ളൂ. ഇൻ കേസ് വന്നാൽ അതും കൂടി ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോ സെക്കൻഡറി ടെർഷ്യറി കണ്ട അപ്പൊ തന്നെ അമോണോലിസിസ് ആലോചിക്കണം കേട്ടോ, മറക്കരുത്. അമോണോലിസിസ് 9.5 7th ക്വസ്റ്റൻ ആണ് ചെയ്തത് കേട്ടോ. ഓക്കെ, 8 വരെ ഉള്ളൂ. എല്ലാ ക്വസ്റ്റനും അതിൽ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 9.8ലേക്കാണ് വരുന്നത്. 9.8 അവിടെ ബെൻസീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബെൻസീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെയും നമ്മളൊരു ചാർട്ട് വെച്ച് തന്നെയാണ് പഠിച്ചേക്കുന്നത്. ആ ചാപ്റ്ററിന് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാർട്ട് ഡൈസോണിയം സോൾട്ട് റിലേറ്റഡ് ചാർട്ടാണ്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടും. ഇതോ എല്ലാവരും എഴുതിയില്ലേ? ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിന് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ക്ലൂ കിട്ടിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ ആ ക്ലൂ തരാനായിട്ട് എക്സാമിന് ആരും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിട്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ്. അതുകൊണ്ടാണ് ഈ ചാർട്ടുകളൊക്കെ വരക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെ, ഒരു പാട്ടിന്റെ 4ാമത്തെ ലൈൻ പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ ടെക് അങ്ങനെ എത്തുമോ? ഇല്ല. പാട്ട് ഇങ്ങനെ പാടി നോക്കിയാ അല്ലേ. ഓക്കെ, അങ്ങനെയാ. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾക്ക് അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദിക്കും അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആ ചോദിക്കുന്ന സമയത്ത് 8 into 7 എത്രയാണ് ചോദിച്ചത്? 8 into 7 ഉണ്ടോ? ഇപ്പൊ ഭയങ്കര സ്പീഡ് പറഞ്ഞു അല്ലെ. പണ്ടായിരുന്നു വെച്ചെങ്കിൽ ഒരു ടേബിൾ ഇങ്ങനെ അങ്ങനെ പറയും. ഇപ്പോഴും നമ്മള് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചറിയാം,
അറ്റോമിക് നമ്പർ ഓഫ് ക്രോമിയം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ കേട്ടോ ഓർത്ത് നോക്കാം. നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് കിട്ടും. എത്ര ആറ്റോമിക് നമ്പർ? 26 അയൺ ആണ്. ക്രോമിയം എത്രയായിരുന്നു? സ്കാൻഡിയം 21. പിന്നെന്ത് പറയും? 24 അല്ലേ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. നമ്മൾ ഓർഡർ പറഞ്ഞു നോക്കും. എന്തിനാ ഓർഡർ പറയുന്നത്? ബ്രെയിൻ എപ്പോഴും ഓർഡറിൽ ആലോചിക്കാനായിട്ടല്ലേ? എവിടെ നിങ്ങൾ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാട്ട് പോലെ അല്ലേ 21. അപ്പൊ അങ്ങനെ കിട്ടാനായിട്ടുള്ള ടെൻഡൻസി. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ഈ ചെയ്യുന്നതിന്റെ കാരണം കേട്ടോ. ഓർത്തോക്കാം. മാപ്പുകൾ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിന്യൂഷൻ ഉള്ള എന്തും ബ്രെയിൻ എന്ത് ചെയ്യും? ഓർത്തിരിക്കും. കഥ പോലെയൊക്കെ പഠിച്ചു നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, മെമ്മറിയിൽ അല്ലേ? ഓർത്ത് വെക്കാം. അപ്പോൾ അത് തന്നെയാണ്. അപ്പൊ പറയുന്ന പർപ്പസ് എന്താണെന്ന് പറഞ്ഞത് കാണുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷെ അതിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ ആ ഫിഗർ റിപ്പീറ്റഡ് ആയിട്ട് കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഇവിടെ ഫിനോൾ, ബെൻസീനാക്കാൻ എന്താണ് റിയാക്ഷൻ? ഓക്കെ, സിങ്ക് ഡസ്റ്റ് കിട്ടി. ദെൻ ഇതിനാ എനിക്ക് നൈട്രോ ബെൻസീനാക്കണം. എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റഡ് H2SO4 HNO3 ആഡ് ചെയ്യണം അല്ലേ? ദെൻ അനലിൻ ആക്കണം. ഈ ചാർട്ട് ഇങ്ങനെ വരക്കണം നിർബന്ധമൊന്നുമില്ല, ഞാനിങ്ങനെ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് N2+ and Cl- ആക്കണം. ഈ റിയാക്ഷന്റെ പേരെന്താണ്? അനലിൻ ടു ഈ റിയാക്ഷന്റെ പേരാണ് ഡയസോട്ടൈസേഷൻ. ഇതിലെന്താ ആഡ് ചെയ്യണ്ടേ? Na2 and HCl ഡയസോട്ടൈസേഷൻ. ഇതിലെന്താ ചെയ്യണ്ടേ? ഇപ്പൊ നമ്മൾ ഇന്ന് എഴുതിയിട്ടുണ്ട് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഓർ എന്തായിരുന്നു? Fe+HCl. ഓർ എന്തായിരുന്നു? ഇന്ന് കുറെ എഴുതിയാണ്. NO2 മാറി NH2 ഒക്കെ SN അല്ലേ? ഒക്കെ അറിയാം. ഇതെന്തായിരുന്നു? ആക്ച്വലി കോൺസെൻട്രേറ്റഡ് HNO3 and ഇതെന്തായിരുന്നു? ആക്ച്വലി സിങ്ക് ഡസ്റ്റ് ആൻഡ് ഹീറ്റ് അല്ലേ? സിങ്ക് ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. ഇതെന്തായിരുന്നു? വാം വാട്ടർ അല്ലേ? അസിഡിക് ഹൈഡ്രോസിസ് തന്നെയാണ് H2O. ഇവിടെ വാം എന്ന് എഴുതണം, വാം വാട്ടർ കേട്ടോ. വാം വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് ഫിനോളാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ചാർട്ട് കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലോറോബെൻസീൻ ആക്കണം. എന്ത് ചെയ്യണം? Cu2Cl2 ഇട്ട് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ഡാഷ് എന്ന് വിളിക്കും, സാൻമേസ്. Cu2Cl2 ഇട്ടാ ഇവിടെ നിന്ന് അതിനെന്ത് വിളിക്കും? സാൻമേസ്. ഓർ കോപ്പർ പൗഡർ ആൻഡ് HCl. കോപ്പർ പൗഡർ ആൻഡ് HCl. ആ റിയാക്ഷന്റെ പേരെന്താണ്? ഗട്ടർമാൻ റിയാക്ഷൻ. കോപ്പർ പൗഡർ ആൻഡ് HCl ഇട്ട് എന്ത് വരും? ഗട്ടർമാൻ വരും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ ഇടുന്നതാണ്. Ki ഇട്ട് കഴിഞ്ഞാൽ പൊട്ടാസ്യം ആയിട്ട്. ഇനി ഇത് ബെൻസീൻ ആക്കണം. എന്തിടണം? H3PO2 കഴിഞ്ഞു അല്ലേ? H3PO2 ആ ഇക്വേഷൻ 2 ചാപ്റ്ററിന്റെ എഴുതിയോ? ഓക്സാലിക് ആസിഡിന്റെ മോർസോൾട്ടിന്റെ എഴുതിയോ? മോർസോൾട്ടും കൂടി എഴുതി കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് കഴിയുമല്ലോ. ദെൻ ഓർ എന്താണ്? ഇതിൽ വേറൊരു സാധനം കൂടി ഉണ്ട്. ഓർ ethanol കേട്ടോ, which C2H5OH. Then next ഒരു ബാൾഷ്മൻ റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ്. ആ റിയാക്ഷൻ പേര് അവിടെ ഇല്ല. HbF4 ആഡ് ചെയ്യണം. HbF4 ഇത് ആഡ് ചെയ്യണ സമയത്ത് ഇവിടെ ഈ N2+, ഇവിടെ നോക്കിയാൽ ഈ ഫ്ലൂറിൻ ഉണ്ടല്ലോ, ഈ ഫ്ലൂറിൻ ഇവിടെ ഒക്കെ നിൽക്കും. പക്ഷേ ഈ H ഉം Cl കൂടി HCl പോകും. അപ്പൊ എന്ത് വരും? N2+ and BF4-. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ഇങ്ങനെ വരണമെന്നില്ല. ഇവിടെ ഇതിനെ ഹീറ്റ് ചെയ്താൽ എന്ത് വരും? ഫ്ലൂറോബെൻസീൻ കേട്ടോ. ഓർത്തോ, ഫ്ലൂറോബെൻസിന്റെ ക്വസ്റ്റൻ ഉണ്ട് നമുക്ക് ഇവിടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, ഫ്ലൂറോബെൻസീൻ. ദെൻ ഇതിലേക്ക് കോപ്പർ പൗഡർ ആൻഡ് NaNO2 ഇട്ടാ എന്ത് വരും? നൈട്രോ ബെൻസീൻ. ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അനലിൻ കൺവേർട്ട് ടു നൈട്രോബെൻസീൻ ഉണ്ടോ? അനലിൻ കൺവേർട്ട് ടു നൈട്രോബെൻസീൻ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബെൻസീൻ ആക്കിയിട്ട് നൈട്രജൻ ചെയ്ത് ഇങ്ങനെ എത്താം. രണ്ട് വഴിയുണ്ട് കേട്ടോ. അനലിൻ കൺവേർട്ട് ടു നൈട്രോബെൻസീൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി എത്താം. അല്ലെങ്കിൽ ഇങ്ങനെ എത്തുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ HbF4
ഒരുമിച്ചിട്ടാ മതി, ഇന്റർമീഡിയറ്റ് എഴുതണ്ട. HbF4 കോപ്പർ ആൻഡ് NaNO2. അപ്പോൾ ഒരു സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. മനസ്സിലായി? ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇങ്ങനെ കറക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് C6H5OH OH മൈനസ് ഇട്ടാ എന്ത് വരും? ഡൈസോണിയം സോൾട്ട് പ്ലസ് ഫിനോൾ. ശരിയാ. അപ്പൊ എന്ത് ഡൈ ആണ് കിട്ടുന്നത്? ഓറഞ്ച് ഡൈ. എന്താ കിട്ടുന്നത്? അസോ ഡൈ, ഓറഞ്ച് ഡൈ അല്ലേ? ഓറഞ്ച് ഡൈ. അപ്പൊ അതെങ്ങനെ ഇരിക്കണെന്ന് ഓർമ്മയുണ്ടല്ലോ. N ഡബിൾ ബോണ്ട് N OH. ഇതിലേക്ക് ആനലിൻ C6H5NH2 ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഡൈ ആ കിട്ടാ? യെല്ലോ ഡൈ കേട്ടോ, യെല്ലോ ഡൈ. ഇത് ഓറഞ്ച് കണ്ടോ, ഇവിടെ O ഉണ്ട്, O ഫോർ ഓറഞ്ച്, ഓറഞ്ച് ഡൈ. ഇവിടെ യെല്ലോ കേട്ടോ, യെല്ലോ ഡൈ, അസോ ഡൈ എന്നൊക്കെ ഓർത്ത് വെക്കാം. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വന്നുള്ളൂ, ഇതിലേക്ക് KCN ആഡ് ചെയ്താൽ എന്ത് വരും? KCN ഓർ CuCN ആഡ് ചെയ്താൽ എന്ത് വരും? CN H2O ആൻഡ് H പ്ലസ് ആഡ് ചെയ്താൽ എന്ത് വരും? ബെൻസോയിക് ആസിഡ്. വരക്കാത്ത ആൾക്കാർ കേട്ടോ ഓർത്ത് നോക്കാം. ഇവരൊക്കെ വരച്ചതാണ്. നിങ്ങൾ വരക്കാത്ത ആൾക്കാർ ഒരു ഫുൾ പേജിലേക്ക് വരക്കാം. ഇതെല്ലാം ഒരു ചാർട്ട് ആക്കണം നമുക്ക്. അങ്ങനെ ഒരു 6 മെയിൻ സ്ട്രീം അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള ഒരു ചാർട്ട് ആയിട്ട് ചെയ്തിട്ട് ഓർഡറിൽ ആലോചിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതർവൈസ് നിങ്ങൾക്ക് വേറെ ഇതൊന്നുമില്ല, എല്ലാ റിയാക്ഷനും എടുത്തിട്ട് കാണാൻ പഠിക്കണം എന്നേ പറയുള്ളൂ ടീച്ചേഴ്സ്. അല്ലെങ്കിൽ ആ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചോ, കുറെ കൺവെർഷൻസ് വെറുതെ ചെയ്തോ, ആ രീതിയിലാവും. ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ബ്രെയിൻ ഓർഡറിൽ തിങ്ക് ചെയ്യാനായിട്ടൊരു പർപ്പസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യുന്ന സെക്ഷൻസ് ആയിട്ട് കൊണ്ടുവരുന്നത്.
എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. മൊളാരിറ്റി ഓഫ് ഇൻറ്റു വോളിയം ഓഫ് ഡിവൈഡ് ബൈ കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് 1/5 കേട്ടോ. ഓക്കെ, മറ്റേ സ്കൂളിൽ 5/1 ആയിട്ടേക്കണേ, അങ്ങനെ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ, അതാണ് എളുപ്പം. മൊളാരിറ്റി ഓഫ് KMnO4 ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 20/90. കുഴപ്പമില്ല. എന്നിട്ട് ഈ കിട്ടുന്ന വാല്യൂ ഇവിടെ എടുത്തിട്ട് കാൽക്കുലേഷൻ തന്നെ ലാസ്റ്റ് വാല്യൂ ഒക്കെ ഓർത്ത് വെച്ചിരുന്നു കേട്ടോ. നിയർ ബൈ ആ വാല്യൂ ആണെന്ന് മൈൻഡ് കൊണ്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ആ ലാസ്റ്റ് വാല്യൂ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് അതാണോ എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. കേട്ടോ, ഓക്കെ. ഇനി ഏതാണ് ഓർഗാനിക് ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഓർഗാനിക് കൂടെ നോക്കാം. ഇത് കഴിയുമ്പോൾ പെട്ടെന്ന് വേറെ മുന്നേ നേരത്തെ കൊണ്ടേ സമയത്ത് അത് എഴുതിയിട്ട് പോകും കേട്ടോ. എന്നിട്ട് ഞാൻ പറയാം, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ വരുന്നത് 9.8 ക്വസ്റ്റ്യൻ ആണ്. നൈട്രോ ബെൻസീൻ ഇൻറ്റു ബെൻസോയിക് ആസിഡ്. വീഡിയോ ഉണ്ടാവും കേട്ടോ, വീഡിയോ നോക്കണം കേട്ടോ, ഞാൻ അയച്ചത്. 9.8 9.8 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ 4th ക്വസ്റ്റ്യൻ ഈ ചാർട്ടിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ബാക്കിയുള്ളത് ഇതിലുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, തേർഡ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഉണ്ട്, പക്ഷെ അത് വെറുതെ നോക്കി എടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഈ 2 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. എല്ലാവരും എഴുതിക്കോ കേട്ടോ. ഓക്കെ, 9.8 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നൈട്രോ ബെൻസീൻ ഇൻറ്റു ബെൻസോയിക് ആസിഡ്. നൈട്രോ ബെൻസീൻ ഇൻറ്റു ബെൻസോയിക് ആസിഡ്. ചാർട്ട് കഴിയാത്ത ആൾക്കാർ എഴുതണ്ട കേട്ടോ. ഓക്കെ, ചാർട്ട് കഴിഞ്ഞിട്ട് മതി. നൈട്രോ ബെൻസീൻ ഇൻറ്റു ബെൻസോയിക് ആസിഡ്. ബാക്കി ആൾക്കാർ ചെയ്ത ആൾക്കാർക്കൊന്ന് പ്രാക്ടീസ് ആവട്ടെ എന്ന് കരുതേട്ടോ. എവിടെ കിടപ്പുണ്ടാവും? ഇതാണ് നൈട്രോ ബെൻസീൻ, ഉണ്ടോ? നൈട്രോ ബെൻസീന്ന് എങ്ങനെ എത്താൻ പറ്റും? ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെ എത്താം ബെൻസോയിക് ആസിഡ്. ഈ ചാർട്ട് വെച്ച് തന്നെ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? ഒരു 10-20 ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നൈട്രോ ബെൻസീൻ ഇൻറ്റു ബെൻസോയിക് ആസിഡ്. നൈട്രോ ബെൻസീൻ ഇൻറ്റു ബെൻസോയിക് ആസിഡ്. നൈട്രോബെൻസീൻ ആദ്യം എന്ത് ചെയ്യണം? റിഡക്ഷൻ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? അനലിലേക്ക് NaNO2 ആൻഡ് HCl. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡൈസോണിയം സോൾട്ട്. ഡൈസോണിയം സോൾട്ടില്ല KCN ആഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? CN. ഉണ്ടാകത്തുള്ളൂ. CN അല്ല, വാട്ടർ ആഡ് ചെയ്ത് ബെൻസോയിക് ആസിഡ്. ഓക്കെ, പത്രം വരെ നോക്കിയിട്ട് എഴുതണം കേട്ടോ. എഴുതിയോ? ചോദിച്ചു. ക്ലോറോബെൻസീൻ എങ്ങനെയാക്കാം? ക്ലോറോബെൻസീൻ ആക്കാം. MG ആഡ് ചെയ്യണം. MgCl ആയി. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരേ വഴി തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ KCN എന്ന് പറയുമ്പോൾ മൈൻഡിലേക്ക് അത് വരികയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ കേട്ടോ. ഓക്കെ, ഇവിടെ MG ഇടുമ്പോൾ ഒരു റിയാക്ഷൻ കയറും, MgCl ആവും. MgCl CO2 സെയിം സ്റ്റെപ്പാണ് വരുന്നത്, കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ബെൻസീൻ ടു മെറ്റാബ്രോമോഫിനോൾ. ബെൻസീൻ ടു മെറ്റാബ്രോമോഫിനോൾ. ബെൻസീൻ ടു മെറ്റാബ്രോമോഫിനോൾ. ഇതാണ് ബെൻസീൻ. മെറ്റാബ്രോമോഫിനോൾ അല്ലേ?
മെറ്റാബ്രോമോഫിനോൾ. ഫിനോൾ, ബെൻസീനെ ഫിനോൾ ആക്കാനായിട്ട് 2 സ്റ്റെപ്പ് മതി. പക്ഷെ ഇവിടെ പ്രശ്നം മെറ്റാബ്രോമോ ഉണ്ട്. മെറ്റാബ്രോമോ, അതുകൊണ്ട് മാത്രം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ചെയ്ത് ഇങ്ങനെ എത്തണം. ബെൻസീൻ എന്ത് ചെയ്യണം? നമ്മൾ NO2 ആക്കും. NO2 എന്ത് ഡയറക്റ്റീവ് ആണ്? മെറ്റാ ഡയറക്റ്റീവ് ആണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഇവിടെ വെച്ച് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് കൊടുക്കരുത്. അതിന് പകരം എന്ത് കൊടുക്കണം? കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് H2SO4. അപ്പോ മെറ്റാ പൊസിഷനിൽ, സോറി, ഇവിടെ വെച്ച് ബ്രോമിനേഷൻ, ഇവിടെ വെച്ച് എന്ത് ചെയ്യണം? ബ്രോമിനേഷൻ. ബ്രോമിനേഷൻ ചെയ്താൽ എന്ത് കിട്ടും? ബ്രോമിൻ എവിടേക്ക് പോകും? മെറ്റാ പൊസിഷനിൽ. എന്നിട്ട് ഈ NO2നെ വീണ്ടും പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? NH2 വരും. അപ്പോൾ എല്ലാവരും ഇവിടെ തൊട്ട് ഇവിടം വരെ എഴുതാം. ഫസ്റ്റ് ബെൻസീന നൈട്രോബെൻസീൻ ആക്കാം. ബെൻസീന ആദ്യം നൈട്രോബെൻസീൻ ആക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും അവിടെ വരെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇത് എഴുതരുത്. പിന്നെ എന്ത് ചെയ്യുക? അവിടെ ഗീവ്സ് കൊടുത്തിട്ട് Br2 കേട്ടോ, ഓർത്ത് നോക്കാം. FeBr3 ആൻഡ് FeBr3. അപ്പൊ ആ NO2 എന്ത് ഡയറക്റ്റീവാ? മെറ്റാ ഡയറക്റ്റീവ് ആണ്. അപ്പൊ എവിടെ വരും? അത് മെറ്റാ പൊസിഷനിൽ വരും കേട്ടോ, ഓർത്ത് നോക്കുക. ബ്രോമിൻ എവിടെ വരും? മെറ്റാ പൊസിഷനിൽ. ബ്രോമോ Br വരും. Br മെറ്റാ. Br2 FeBr3 or AlBr3 കേട്ടോ. ഓക്കെ, AlBr3 or FeBr3 കൊടുക്കുക. അപ്പോ Br ബ്രോമിൻ മെറ്റാ പൊസിഷനിൽ വന്നു. അടുത്ത സ്റ്റെപ്പില് വീണ്ടും ഗീസ് കൊടുക്കുമ്പോൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ബാക്കിയൊക്കെ സെയിമാ, Fe+HCl. അപ്പൊ എന്ത് വരും? NO2 മാറി NH2. അപ്പൊ Br അവിടെ തന്നെ നിൽക്കും കേട്ടോ. Br അവിടെ തന്നെ നിൽക്കും. നെക്സ്റ്റ് NaNO2 and HCl. അപ്പൊ Br ഇവിടെ ഉണ്ടാവും, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എന്ത് ഉണ്ടാവും? Br ഉണ്ടാവും. Br ഇവിടെ തന്നെ നിൽക്കും. NH2 മാറി N2+ and Cl- ആവും. ദെൻ വാം വാട്ടർ. അപ്പൊ എന്ത് വരും? Br ഇവിടെ ഉണ്ടാവും. ഇവിടെ മുകളില് ഡൈസോണിയം സോൾട്ട് മാറിയിട്ട് OH വരും. മെറ്റാ ബ്രോമോ ഫിനോൾ. FeBr3 ആണ് കേട്ടോ. ഓർ AlBr3. AlCl3 എന്ന് പറയില്ലേ, അതുപോലെ കൊടുത്തോളും കുഴപ്പമില്ല കേട്ടോ. ഒരേ രീതിയിലൊക്കെ. ഏതാ? ഹാലജനേഷൻ. നമ്മൾ ഹാലജനേഷൻ ചെയ്ത ഓർത്തോ പാര ഡയറക്റ്റ് എന്ന് പഠിച്ചിട്ടല്ലേ? ബെൻസീന ഹാലജനേഷൻ ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. ഫിനോളിനെ ഹാലജനേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓർത്തോ ആൻഡ് പാര അല്ലേ, അതിൽ പോകും. അതുപോലെ NO2നെ ഹാലജനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റയിലേക്ക് പോകും കേട്ടോ. HCl കൊടുത്തു, NO2 മാർക്ക് NH2 വന്നു, ബ്രോമിൻ. ഓക്കെ ആണോ മോനെ? Br2 FeBr3 കേട്ടോ മോനെ. FeBr3. അതെ, ബ്രോമിൻ വന്നു, NaNO2 N2+ Cl-. അവിടെ Br ഉണ്ട്. Br അവിടെ കൊടുക്കാം കേട്ടോ. അവിടെ Br. That's all. അടുത്ത ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് തന്നെ ചെയ്യാം. അനലിൻ, ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് ടു അനലിൻ ഉണ്ട്. അതെന്തായിരിക്കും? ബെൻസോയിക് ആസിഡ് ടു അനലിൻ. അതും ചെയ്തോ. ബെൻസോയിക് ആസിഡ് ടു അനലിൻ. ബെൻസോയിക് ആസിഡ് ടു അനലിൻ. ഒന്ന് ഒബ്സർവ് ചെയ്തേ. ബെൻസോയിക് ആസിഡ് ടു അനലിൻ. ഈ ചാർട്ടിലാണോ അതാണോ? രണ്ട് എഴുതിയേ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൺവേർഷൻ വരുമ്പോ ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഇത് ഏത് ടൈപ്പാണ്, എന്താണെന്നൊന്നും കൂടി പറയണം കേട്ടോ. ബെൻസോയിക് ആസിഡ് ടു അനലിൻ. ഇത് കണ്ടിട്ട് ഏത് ടൈപ്പിൽ വരും എനിക്ക് കിട്ടേണ്ടത് അതാണ് ഇഷ്ടം. ബെൻസോയിക് ആസിഡ് ടു അനലിൻ. കാർബൺ ഡിക്രീസസ്. കണ്ടോ, അവിടെ കാർബൺ ഇല്ല, NH2 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? കാർബൺ ഡിക്രീസ് ചെയ്യുന്ന ചാർട്ട് ആലോചിക്കണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? COH-നെ NH2 ആക്കാൻ എന്താ ചെയ്തേ? അല്ലെ, NH3 ആഡ് ചെയ്താൽ എന്ത് വരും? CO NH2. പിന്നെന്താ? ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ. ഓർത്ത് നോക്കാം. ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ. ഇത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. ഓക്കെ,
ഇത് കാർബൺ കുറയുന്ന ടൈപ്പാണ്. NH3 CuNH2 ഹോഫ്മാൻ ബ്രോമോം ഡിഗ്രഡേഷൻ Br2 NaOH. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ ഏത് ടൈപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ തന്നിട്ട് ഇതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് മാത്രം നോക്കും, അങ്ങനെയല്ല അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്ലിയർ ആയിട്ട് വേണം. ഇനി ഇതിന് വേറെ ഓൾട്ടർനേറ്റീവ് എന്തായിരിക്കും ചെയ്യാൻ പറ്റും? ഡീകാർബോക്സിലേഷൻ ചെയ്ത ബെൻസീൻ കിട്ടും. പിന്നെ എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് കയറിയാൽ മതി കേട്ടോ. ഒരു സ്റ്റെപ്പ് കൂടും, അത്രേ ഉള്ളൂ. എന്നാലും കിട്ടും, മാർക്ക് ഫുള്ള് കിട്ടും കേട്ടോ. ഡീകാർബോക്സിലേഷൻ ചെയ്ത ബെൻസീനാവും. ബെൻസീന് നൈട്രോബെൻസീൻ അനലിൻ. ഓക്കെ, ആ ചാർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒന്നല്ലെങ്കിൽ ഡീകാർബോക്സിലേഷൻ അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ ഏതാണ് ഈസി ആയിട്ട് വരുന്നത് ആ രീതിയിൽ നോക്കാം. ഇത് വരുമ്പോൾ എപ്പോഴും ഇതിലൊരു സ്റ്റെപ്പ് കുറവാ, പെട്ടെന്ന് എത്തും കേട്ടോ. അപ്പൊ ആ രീതിയിൽ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ കയറി വരാം. ഡീകാർബോക്സിലേഷൻ ചെയ്താൽ ബെൻസീൻ വരും, ബെൻസീന NO2 ആക്കി NH2 ആക്കാം. The next question, aniline to 9.8, fourth question, aniline to 246 tribromo fluorobenzene. Aniline to എല്ലാവരും എഴുതട്ടോ. aniline to 246 tribromo fluorobenzene. Tribromo fluorobenzene. Aniline to 246 tribromo fluorobenzene. ഈ സൺഡേ എക്സാം വെക്കും കേട്ടോ. ഒരു ഫുൾ മോഡൽ പേപ്പർ 3 അവറിന്റെ പരമാവധി നിങ്ങൾക്ക് മോഡൽ പ്രാക്ടിക്കലോ അല്ലാതെ ഒറിജിനൽ പ്രാക്ടിക്കൽ അല്ലാത്ത ആൾക്കാർ നിങ്ങൾ വന്ന് പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യുക കറക്റ്റ് ആയിട്ട്. നിങ്ങളുടെ പ്രസന്റേഷൻ അറിഞ്ഞിട്ട് അതനുസരിച്ച് ഒന്ന് സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മെയിൻ ആയിട്ട് അതിന്റെ മാർക്കിനേക്കാളേറെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നിങ്ങൾക്ക് ഇവിടെ കുറേ എക്സാം നടത്തിയിട്ടുള്ള പരിപാടിയല്ല ചെയ്യണേ. ഇൻഡിവിജ്വലി നിങ്ങൾക്കുള്ള എന്താ പറയുക പ്ലസ് പോയിന്റ് എംഫസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നിങ്ങൾക്ക് വരുന്ന ഫോൾട്ടിനെ മിനിമൈസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പേടി ഉണ്ടാവില്ല കേട്ടോ. ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എംഫസൈസ് ചെയ്യുന്നു, അത് പറ്റിയില്ലേ അങ്ങനെ. അപ്പോൾ നമ്മൾ പേടി വരും, ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് സാധനം. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനും അല്ലെങ്കിൽ എക്സാമൊക്കെ എഴുതുമ്പോൾ അതായിരിക്കും ഫസ്റ്റ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, ഫസ്റ്റ് വരുന്നത്. അത് വരാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ക്വാളിറ്റീനെ എന്ത് ചെയ്യണം, നിങ്ങൾ എംഫസൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ അതാണ് ബെറ്റർ കേട്ടോ. ഓർത്ത് നോക്കുക. ഓരോ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ പേപ്പർ വേറൊരു ടീച്ചറോ അല്ലെങ്കിൽ ഞാനോ അല്ല ജഡ്ജ് ചെയ്യേണ്ടത്, നിങ്ങളാ ജഡ്ജ് ചെയ്യേണ്ടത്. എന്നിട്ട് സെൽഫ് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം. എല്ലാ കാര്യത്തിലും അത് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സാം ഒന്ന് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അതിന്റെ മാർക്കും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോരാൻ വേണ്ടിയിട്ടാണ്. ഈ സൺഡേ ഉണ്ടാവും കേട്ടോ പരമാവധി. പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ വീക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരു ഫുൾ മോഡൽ പേപ്പർ, അതേ എക്സാമിന്റെ തന്നെ ഫുൾ മോഡൽ പേപ്പർ 10 പേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ കേട്ടോ. ഓക്കെ, അതുപോലത്തെ ഒരു ഫുൾ മോഡൽ പേപ്പർ ആയിരിക്കും. അപ്പോൾ അതൊന്നും വന്ന് ഫേസ് ചെയ്യുക, ക്ലിയർ ചെയ്യുക കേട്ടോ. പേപ്പർ കൊണ്ടുവന്നു കേട്ടോ, എഴുതാനുള്ള പേപ്പർ കൊണ്ടുവന്നാൽ മറക്കരുത്. ഇത് കിട്ടിയോ? ഓക്കെ, എന്തായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക. അനലിൻ കൺവേർട്ട് ടു 246 ട്രൈബ്രോമോ ഫ്ലൂറോബെൻസീൻ. ആദ്യം ചെയ്യേണ്ടത് അനലിനിലേക്ക് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യണം, Br2 ആൻഡ് H2O. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും? NH2 അവിടെ നിൽക്കും. എവിടേക്കാണ് വ്യത്യാസം വരിക? ഇവിടെ Br വരും. ഇവിടെ Br വരും, ഇവിടെ Br വരും. ഇപ്പൊ നോക്കിയേ 246 ട്രൈബ്രോമോ അനലിനായി. ഇനി നേരെ ഇതിലേക്ക് കണ്ടോ Na2HCl ചേർത്താൽ ആ ബ്രോമിനൊക്കെ അവിടെ ഉണ്ടാവും അല്ലെ. ഇവിടെ ബ്രോമിൻ, ഇവിടെ ബ്രോമിൻ, ഇവിടെ ഇത് മാത്രം മാറും. അടുത്ത സ്റ്റെപ്പിൽ നേരെ ഇത് കണ്ടോ, ഇത് എഴുതണ്ട, HbF4 ആൻഡ് ഹീറ്റ് കൊടുത്താൽ മതി. ഈ ഇന്റർമീഡിയറ്റ് എഴുതണ്ട, HbF4 ആൻഡ് ഹീറ്റ്. എങ്ങാലും ഇന്റർമീഡിയറ്റ് എത്തിക്കഴിഞ്ഞാൽ മുഴുവൻ പോകും. അതുകൊണ്ട് HbF4 ആൻഡ്
ഷീറ്റ് കൊടുക്കുക, ഫ്ലൂറോബെൻസിൻ എഴുതുക. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ. അപ്പോ എത്ര സ്റ്റെപ്പ്? അതൊരു സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നേരെ ഫ്ലൂറോബെൻസിൻ കിട്ടും കേട്ടോ. അപ്പൊ NH2 മാറിയിട്ട് ഫ്ലൂറിൻ വരും. ഇനി ചില ആൾക്കാര് ഫ്ലൂറിൻ എത്തിയിട്ട് ബ്രോമിനേഷൻ ചെയ്യും. അതാണ് കോമൺ എറർ വരാറ്, ഫ്ലൂറിൻ എത്തിയിട്ട്. അപ്പൊ അത് കിട്ടില്ല. കാരണം എന്താ? NH2 മാത്രമാണ് അല്ലെ അങ്ങനെ വന്നു. മിക്കവാറും അങ്ങനെ വരും. കാരണം ആദ്യം നമ്മളത് മാറ്റി ഫ്ലൂറോബെൻസിൻ ആക്കാൻ നോക്കും, എന്നിട്ട് ബ്രോമിൻ ഇട്ട് കൊടുക്കും. അപ്പൊ അത് നടക്കൂല. ഓർത്ത് നോക്കുക. അപ്പൊ കോമൺ എറർ ഏറ്റവും കൂടുതൽ വരുന്നത് അങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. നിങ്ങൾ അവിടെ വെച്ച് തന്നെ ബ്രോമിൻ വാട്ടർ കൊടുക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. കിട്ടിയാ? എന്തൊറ്റി എഴുതിയില്ല അപ്പൊ? എന്തൊറ്റി ഡൗട്ട്? ഏതാ? ആണോ? അതെന്ന് ചോദിച്ചു. കോമൺ എറർ തന്നെ അതാ. ഒന്നും ചെയ്തോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഏറ്റവും ലാസ്റ്റ് വരെ കൊണ്ട് എന്നിട്ട് ചെയ്യാൻ നോക്കിയല്ലേ? കുഴപ്പമില്ല, അങ്ങനെ വന്നോട്ടെ കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ചോദിച്ചു. മാറും, ബാക്കി ആൾക്കാരെ അഫക്ട് ചെയ്യും. പിക്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ OH, ബാക്കി എല്ലാ സ്ഥലത്തും NO2 കേട്ടോ. 2,4,6 ട്രൈ നൈട്രോ ഫിനോൾ, അതാണ് പിക്രിക് ആസിഡ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും വരെ നിൽക്കട്ടെ. ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ ഇതിൽ കൺവേർഷൻ ആയിട്ട് കിടക്കുന്നത്. ബാക്കി എല്ലാ കൺവേർഷനും കഴിഞ്ഞു. ദെൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ABCD ക്വസ്റ്റ്യൻസ് ആണ് നടക്കുന്നത്. A കൺവേർട്ട് ടു B, അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ എല്ലായിടത്തും വരുന്ന ABCD ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എഴുതി വെക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ എഴുതി വെക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് കാണണം കേട്ടോ. ഇതിന്റെ ഇടയിലല്ലാതെ ഒരു സ്ഥലത്ത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതി വെച്ച് നിങ്ങൾ സെറ്റ് ആക്കി വെക്കാം. നിങ്ങൾ എല്ലാ ടൂളുകളും മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ദിവസം, ഫസ്റ്റ് ദിവസം ഇന്ന കാര്യം അങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തു വെക്കുന്നത്. എന്നിട്ട് നമുക്ക് അന്നത്തെ ദിവസം അല്ലെ എല്ലാം കൂടി ഒന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ പല ഓർമ്മ ഉണ്ടാവും. ആ ഓർത്ത് വെക്കുന്ന എല്ലാം ഓർഡറിൽ അറേഞ്ച്മെന്റ് ചെയ്ത് എക്സിക്യൂഷൻ ആണ് ആക്ച്വലി ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് വരിക, മൈൻഡ് അപ്പ് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് ആ മാപ്പുകൾ ഞാൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടണം. നെക്സ്റ്റ് വീക്കിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം, ഓർഗാനിക്കിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്തൊക്കെയായിരിക്കും? ചാർട്ടുകളുണ്ട്, പിന്നെന്താ, നെയിം റിയാക്ഷൻസ് ഒരു സ്ഥലത്ത് എഴുതി വെക്കണം. നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ എഴുതണം നെയിം റിയാക്ഷൻസ്. എത്ര ഉണ്ട്? 27 കേട്ടോ. ഹെഡിങ് എഴുതി ഓരോന്നും വൃത്തിയിൽ കേട്ടോ. അല്ലാതെ സാറ് പറഞ്ഞു ആ രീതിയിലല്ല, നല്ല വൃത്തിയിലായിരിക്കണം, അൾട്രാ ക്ലിയർ ആയിരിക്കണം. എങ്കിൽ ആണ് നിങ്ങളുടെ, ഞാൻ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഫസ്റ്റ് ഡേയിൽ എല്ലാ ചാപ്റ്ററും ഓവർവ്യൂ എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ മെയിൻ ഫ്രെയിം എല്ലാം 6 ഹെഡിങ്സുകളുടെ മെയിൻ എല്ലാം ഓവർവ്യൂ എത്തി. പിന്നെ നമ്മളെന്താ ഓർഗാനിക്കിന് വേണ്ടി ഒരു ദിവസം വെക്കുകയാണ്, അന്നത്തെ ദിവസം അല്ലെ. ആ ദിവസം നമുക്ക് മുഴുവനും കൺവേർഷൻസ്, എല്ലാ കൺവേർഷനും നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ അല്ല അല്ലെ. അപ്പൊ ആ കൺവേർഷൻ എല്ലാം എഴുതിയതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, മൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഒരു മിനിറ്റ് മോനെ, ഈ വീഡിയോ ഒന്ന് ഇതാക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ വരാം.